Hello all, welcome back to the third part of the fifth module. We are dealing with the in-memory and on-disk storage devices. In 5.1 we have discussed the on-disk storage devices. In 5.2 we have discussed the need of in-memory computing and the in-memory databases. These two things we have already discussed. In this part we will discuss about the in-memory grids for storage of informations അല്ലെങ്കിൽ ബിഗ് ഡാറ്റ സൊല്യൂഷൻസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടൻസ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ രണ്ട് ബുക്കുകളിൽ നിന്നാണ്. നിങ്ങളുടെ റെഫറൻസിൽ, അതായത് സിലബസിൽ റെഫറൻസിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് ബുക്കുകളിൽ നിന്നാണ്. രണ്ട് ബുക്ക് നമ്പർ 2 ബിഗ് ഡാറ്റ ബ്ലാക്ക് ബുക്ക് ബൈ ഡ്രീം ടെക് and book number 5 big data fundamentals, concepts, drivers and techniques. പിന്നെ കുറച്ച് വെബിൽ നിന്നുള്ള കണ്ടന്റും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്, which is apart from the book content. അപ്പോൾ നമുക്ക് മുന്നിലേക്ക് പോകാം. We will go into the next stage, that is called the in-memory devices. അതിൽ നമ്മൾ ഈ രണ്ട് in-memory ഡിവൈസുകളാണ് ഉള്ളതെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിൽ ഇന്ന് ലാസ്റ്റ് പ്രസന്റേഷനിൽ നമ്മൾ ഇൻ-മെമ്മറി ഡാറ്റാബേസസിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ-മെമ്മറി ഡാറ്റ ഗ്രിഡിനെ കുറിച്ചുള്ള ടെക്നോളജി ഡിസ്ക്രിപ്ഷൻസ് ആണ്. കൺസെപ്റ്റും അതെങ്ങനെയാണ് അത് ചെയ്യുന്നതും എന്തൊക്കെ പ്രോസസ്സുകളാണ് അതിൽ പറ്റുന്നതും എന്നൊക്കെയുള്ളതാണ് ഇതിൽ നമ്മൾ പറയുന്നത്. ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദി കോലൊക്കേറ്റഡ് പ്രോസസ്സിംഗ്. അതായത് ആപ്ലിക്കേഷനും ഡേറ്റയും ഒരേ സ്ഥലത്ത് ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഇൻ-മെമ്മറി സ്റ്റോറേജുകളുടെ പ്രത്യേകത എന്നുള്ളതാണ്. അപ്പോൾ ഇൻ-മെമ്മറി ഗ്രിഡ്സിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റോർസ് ഡേറ്റ in memory as key value pairs across multiple nodes. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. കീ വാല്യൂ പെയർ എന്താണ് എന്നുള്ളത് ഓൺ ഡിസ്ക് സ്റ്റോറേജ് പറഞ്ഞപ്പോൾ നമ്മൾ കീ വാല്യൂ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് NoSQLിൻ്റെ അകത്ത് നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞു, എവറിത്തിങ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് എ കീ ആൻഡ് വിത്ത് എ വാല്യൂ. അതിന് നമ്മൾ ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷൻസ് പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? നമ്മളൊരു ഇമേജ് പറഞ്ഞിരുന്നു, നമ്മളൊരു ടെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു, പിന്നെ ഒരു XML ഡേറ്റ നമ്മൾ എടുത്തിരുന്നു. അങ്ങനെ പല ടൈപ്പ് ഓഫ് ഡേറ്റകൾ പല രൂപത്തിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. ഇപ്പോൾ ഇമേജ് ഒക്കെ ആണെങ്കിൽ ബൈനറി ലാർജ് ഓബ്ജക്ട്സ് ആയിട്ടൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കപ്പെടുന്നത്, നമ്മളവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ കീ വാല്യൂ പെയർ ആണ് യൂസ് ചെയ്യുന്നത്. ആ പെയറിനൊരു പ്രത്യേകത കൂടി ഉണ്ട്. എന്താണ്? ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ് അക്രോസ് മൾട്ടിപ്പിൾ നോഡ്സ്. സോ പല നോഡുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന മെമ്മറിയിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റോറേജ് നമുക്ക് പോസിബിൾ ആണ്. വേർ the key value can be a business object or an application data. ഒരു കീ എന്ന് പറയുന്നത്, കീയും വാല്യൂവും എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓബ്ജക്റ്റ് ആകാം, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ്റെ ഡേറ്റ ആകാം. ഏതായാലും ദാറ്റ് ഷുഡ് ബി ഇൻ എ സീരിയലൈസ്ഡ് ഫോം. എന്താണ് ഈ സീരിയലൈസ്ഡ് ഫോം എന്നുള്ളത് നിങ്ങൾക്ക് വളരെ കൃത്യമായി അറിയാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സീരിയലൈസേഷൻ പഠിച്ചിട്ടുണ്ട്, ജോബ് ഷെഡ്യൂളിംഗ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മളൊരു സീക്വൻസിൽ ഇതിനെ കീപ്പ് ചെയ്യുന്ന മെക്കാനിസമാണ് സീരിയലൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇവിടെ ദിസ് സപ്പോർട്ട്സ് സ്കീമലെസ് ഡാറ്റ സ്റ്റോറേജ് ത്രൂ ദ സ്റ്റോറേജ് ഓഫ് സെമി ഓർ അൺസ്ട്രക്ചേർഡ് ഡാറ്റ. അതായത് സെമി സ്ട്രക്ചേർഡ് ഓർ അൺസ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് നമ്മളിവിടെ പറയുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രസൻറ്റേഷനിൽ നമ്മൾ കണ്ടത് ഇൻ-മെമ്മറി ഡാറ്റാബേസുകളെ കുറിച്ചാണ്. ഇൻ-മെമ്മറി ഡാറ്റാബേസിൽ രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റോറേജുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് റിലേഷണൽ IMDBയും പറഞ്ഞിട്ടുണ്ട്, നോൺ റിലേഷണൽ IMDBയും പറഞ്ഞിരുന്നു. അപ്പോൾ റിലേഷണൽ IMDB ആണെങ്കിൽ അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും, അതായത് സ്കീമ അവെയർ ആയിരിക്കും. ഇവിടെയാണെങ്കിൽ സ്കീമ ലെസ് എന്ന് തന്നെ നമ്മൾ തീർത്ത് പറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്കീമ ലെസ് ഡാറ്റ സ്റ്റോറേജ് ആണ്. ബേസിക്കലി എന്തിൻ്റെ ഡേറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? വി ആർ സ്റ്റോറിങ് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡേറ്റയാണ്. അപ്പോൾ ബേസിക്കലി സെമി സ്ട്രക്ചേർഡ് ഓർ അൺസ്ട്രക്ചേർഡ് ഡേറ്റയാണ്, സ്കീമ ലെസ് ആണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറ്റ് ലീഡ്സ് ടു എ നോൺ റിലേഷണൽ
ഡാറ്റ സ്റ്റോറേജ്. അപ്പോൾ നോൺ റിലേഷണൽ ഡാറ്റ സ്റ്റോറേജിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്? വി റിക്വയർ ആൻ API. ഒരു API വേണം എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ഇതാണ് ഒരു IMDJ റെപ്രസെന്റ് ചെയ്യുന്ന മെക്കാനിസം. ദാറ്റ് ഈസ് ദിസ് ഈസ് ദി സീക്വൻസ് ആൻഡ് ദിസ് ഈസ് ദ വേ ഇൻ വിച്ച് ദ ഡാറ്റ വിൽ ബി സീൻ ആസ് എ ഗ്രിഡ്. ഇതിനെയാണ് നമ്മൾ ആ ഗ്രിഡ് ഫോം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മേജർ ഫീച്ചേഴ്സിനെ കുറിച്ച് ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫീച്ചേഴ്സ് ആണ് IMDJ ഒരു മേജർ കൺസെപ്റ്റിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഒന്ന്, ട്രാൻസാക്ഷണൽ ആസിഡ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആസിഡ് സപ്പോർട്ട്. എന്താണ് ഈ ട്രാൻസാക്ഷണൽ ആസിഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്? കാരണം ഏതൊരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. നിങ്ങൾ DBMSലൊക്കെ വളരെ കൃത്യമായി പഠിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഒരു പ്രോസസ് എന്ന് നമ്മൾ പറയുന്നു. വി കോൾ ഇറ്റ് ആസ് ആൻ ഓപ്പറേഷൻ. ഒരു ഓപ്പറേഷൻ വിത്ത് എ സ്റ്റാർട്ട് ടൈം ആൻഡ് എ ഡെഫിനറ്റ് എൻഡ് ടൈം, അതായത് ഒരു ഡെഫിനറ്റ് പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ നമുക്ക് തീരേണ്ട ഒരു സാധനമാണ് ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ളിൽ പലതരത്തിലുള്ള ഓപ്പറേഷൻസ് നമുക്ക് നടത്താൻ പറ്റും. ആ ഓപ്പറേഷൻസ് നടത്തി കഴിഞ്ഞാൽ ഫൈനലി ദാറ്റ് ഷുഡ് ഗോ ആൻഡ് റൈറ്റ് ദി ഡാറ്റ സ്റ്റോർ. അപ്പോൾ ഇവിടെ റൈറ്റ് ദ ഡാറ്റ സ്റ്റോർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും? വി റിക്വയർ എ കൺസിസ്റ്റൻസി പാർട്ട്. അപ്പോൾ ആ കൺസിസ്റ്റൻസി, അതായത് നടന്നു കഴിഞ്ഞാൽ ആ ഡാറ്റ എവിടെ അപ്ഡേറ്റഡ് ആയിരിക്കണം? നിങ്ങളുടെ ഡാറ്റ സ്റ്റോറിൽ അപ്ഡേറ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആസിഡ് പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ആസിഡിലെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് C ആണ്. ആ കൺസിസ്റ്റൻസി പാർട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആസിഡ് പ്രോപ്പർട്ടീസിൻ്റെ സപ്പോർട്ട് വേണം എന്ന് പറയുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ കൺസിസ്റ്റൻസി വരുത്താൻ നമ്മൾ റൈറ്റിംഗ് പ്രോട്ടോകോളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. നിങ്ങളിത് ഡാറ്റാബേസിൽ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? കമ്മിറ്റ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള പ്രോട്ടോകോൾസ് നമ്മൾ ഉപയോഗിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 2 phase കമ്മിറ്റ്. അപ്പോൾ 2 phase കമ്മിറ്റ് മെക്കാനിസം ഉപയോഗിച്ചിട്ട് ഡാറ്റ നിങ്ങളുടെ കൺസിസ്റ്റൻ്റായി നിങ്ങളുടെ ക്ലസ്റ്ററിൽ കൊണ്ട് എഴുതുന്ന ഒരു മെക്കാനിസം നമുക്ക് കിട്ടും. ഏതിൽ? നമ്മളുടെ IMDJ ടെക്നോളജി. അപ്പോൾ അതാണ് ആസിഡ് ട്രാൻസാക്ഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ നോക്കണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് IMDJs ഹാവ് ഡിഫറെൻറ്റ് അണ്ടർലൈങ് ലോക്കിംഗ് മെക്കാനിസം. നമ്മളിപ്പോൾ ഈ 2 phase കമ്മിറ്റ് പ്രോട്ടോകോൾ എന്ന് നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ തന്നെയും പല ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഇൻസ്റ്റലേഷൻസിന് വേറെ പലതരത്തിലുള്ള ലോക്കിംഗ് സിസ്റ്റംസും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മീൻസ് 2 phase കമ്മിറ്റ് എന്ന് പറയുന്നത് ലോക്ക് ചെയ്ത് കമ്മിറ്റ് ചെയ്യുന്ന മെക്കാനിസമാണ്. അതുപോലെ തന്നെ പല തരത്തിലുള്ളതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ആസിഡ് സപ്പോർട്ട് ഫെസിലിറ്റേറ്റ്സ് അഡ്വാൻസ്ഡ് ഇംപ്ലിമെന്റേഷൻസ് ഓഫ് ലോക്കിംഗ് മെക്കാനിസം. അപ്പോൾ ഈ ആസിഡ് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് പലതരത്തിലുള്ള അഡ്വാൻസ് ലെവലിലുള്ള ലോക്കിംഗ് മെക്കാനിസംസ് പോലും നമുക്ക് ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് റെഡ്യൂസസ് നെറ്റ്വർക്ക് ചാറ്റിനെസ് ടു എ മിനിമം ലെവൽ. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലംസ് എല്ലാം നമുക്കൊരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ആൻഡ് പ്രൊവൈഡ്സ് എ ഹൈ പെർഫോമൻസ് സിസ്റ്റം. കാരണം ഈ ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇതെല്ലാം മെമ്മറിയിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇറ്റ് ഗീവ്സ് യു എ ഹൈ പെർഫോമൻസ്. ദെൻ രണ്ടാമത്തേതാണ് കീ വാല്യൂ സ്റ്റോർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് യൂസിങ് എ നോൺ റിലേഷണൽ ഡാറ്റ സ്റ്റോറേജ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്തിലേക്ക് മാറ്റുന്നു? വി ആർ യൂസിങ് എ കീ വാല്യൂ പെയർ കോമ്പിനേഷൻ to store and retrieve the data. So in-memory data grid have the ability to add nodes on demand in real time. ഇതാണ് നമ്മൾ സ്കെയിലബിലിറ്റി എന്ന് പറയുന്നു. This technology has developed to linearly scale to encompass hundreds of nodes with strong semantics for the purpose of data locality and affinity data routing. അപ്പോൾ ഇവിടെ 2 വാക്കുകൾ വരുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, ഞാൻ ഒരു സംഗതി ഒന്ന് എടുത്തോട്ടെ എൻ്റെ ഇടയിൽ കൂടി. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? linearly scale to encompass hundreds of nodes
with strong semantics for the purpose of data locality. അപ്പോൾ ഡേറ്റ ലൊക്കാലിറ്റി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് where the data should reside during the process. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് അഫിനിറ്റി റൂട്ടിംഗ് for the purpose of data locality and അഫിനിറ്റി ഡേറ്റ റൂട്ടിംഗ്. എന്താണ് ഈ അഫിനിറ്റി ഡേറ്റ റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ? അഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് നാച്ചുറൽ ലിങ്കിങ് ഫോർ ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സംതിങ്. ചില കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാച്ചുറൽ ലിങ്കിങ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? അഫിനിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അഫിനിറ്റി ഡേറ്റ റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദർ ഇസ് സം കൈൻഡ് ഓഫ് ലിങ്കിങ് ഇൻ ദ ഡേറ്റ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ് ശരിക്കും? ഇറ്റ് പ്രൊവൈഡ്സ് കൺട്രോൾ ഓവർ എ ട്രാൻസാക്ഷൻ ഓർ ഗ്രൂപ്പ് ഓഫ് ട്രാൻസാക്ഷൻ. ഏതാണ് ഈ അഫിനിറ്റി ഡേറ്റ റൂട്ടിംഗ്? പ്രൊവൈഡ്സ് കൺട്രോൾ ഓവർ എ ട്രാൻസാക്ഷൻ എർ എ ഗ്രൂപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ഷുഡ് ബി പ്രോസസ്ഡ്. അപ്പോൾ ഈ അഫിനിറ്റി ഡേറ്റ റൂട്ടിംഗ് ഉള്ളത് കൊണ്ട് നമുക്കൊരു വലിയ കൺട്രോൾ കിട്ടും. എന്തിനകത്താണ്? ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ട്രാൻസാക്ഷൻസോ പ്രോസസ്സ് ചെയ്യുമ്പോൾ ആവശ്യമായ കൺട്രോളുകൾ നമുക്കിതിൽ കിട്ടും. ഓൾസോ ഡയറക്റ്റ് കൺട്രോൾ ഓവർ ദ ഷെയർഡ് മെസ്സേജ് ക്യൂ, വർക്ക് ലോഡ് ബാലൻസ്, പിന്നെ ബെറ്റർ അവൈലബിലിറ്റി മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് അഫിനിറ്റി ഡേറ്റ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ഉപയോഗിക്കാൻ പറ്റും? ഈ കീ വാല്യൂ സ്റ്റോർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ ദിസ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് റിഡൻഡന്റ് ഡേറ്റ നോയ്സ്. ഇപ്പോൾ റിഡൻഡന്റ് ആയിട്ട് വരുന്ന ഡേറ്റ നോയ്സുകളെ ഇത് വെച്ച് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ IMDG കൺസിസ്റ്റിംഗ് ഓഫ് എ ഡിസ്ട്രിബ്യൂട്ടഡ് കീ വാല്യൂ സ്റ്റോർ. കാരണം ആയിരിക്കണം. എന്തുകൊണ്ടാണ്? ഡിസ്ട്രിബ്യൂട്ടഡ് കീ വാല്യൂ ആണ്. കാരണം പല നോഡുകളിലായിട്ടാണ് ഈ പ്രോസസ്സുകൾ നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഈ ഓരോ പിന്നെ എന്താണ് നോഡുകളിൽ നമുക്ക് ഈ പ്രോസസ്സ് നടക്കുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ അവിടെ കിട്ടണ്ടേ? അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കണം? ദി കൺസിസ്റ്റിംഗ് ഓഫ് എ ഡിസ്ട്രിബ്യൂട്ടഡ് കീ വാല്യൂ store. This key value store can be viewed as a distributed partitioned hash map. അപ്പോൾ ഇതൊരു പാർട്ടീഷൻ്റെ ഹാഷ് മാപ്പ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഹാഷ് മാപ്പ് എന്ന് പറയുന്നത് ഈ ഹാഷ് ടേബിളിൽ നിന്ന് ഡിഫറൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹാഷ് ടേബിളും ഹാഷ് മാപ്പും രണ്ടും രണ്ടാണ്. അപ്പോൾ ഹാഷ് ടേബിളിന് ഒരു ഹാഷ് ഫംഗ്ഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഇപ്പോൾ ഇവിടെ നമുക്കതൊന്നും വേണ്ട. ഈ ഹാഷ് മാപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഡേറ്റ സ്ട്രക്ചർ യൂസ്ഡ് ടു ഇംപ്ലിമെൻറ്റ് ആൻ അസോസിയേറ്റീവ് അറേ. ഒരു അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അറേയെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഡേറ്റ സ്ട്രക്ചറാണ് ശരിക്കും ഒരു ഹാഷ് മാപ്പ് എന്ന് പറയുന്നത്. സോ ദ സ്ട്രക്ചർ ദാറ്റ് ക്യാൻ മാപ്പ് കീസ് ടു വാല്യൂസ്. അതൊരു മാപ്പാണ്. നമ്മുടെ ഒരു ടേബിൾ പോലെ തന്നെ വരും അൾട്ടിമേറ്റ്ലി. അതായത് ഒരു കീ ഉണ്ടാകും, ഒരു വാല്യൂ ഉണ്ടാകും. That demonstrates nodes of every cluster owing a portion of the overall data. അപ്പോൾ ഈ ഡേറ്റയും എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ഒരു മാപ്പിംഗ് നമുക്ക് കിട്ടും. ഏത് വഴി? ഈ ഹാഷ് മാപ്പ് വഴി. ഇറ്റ് ഹെൽപ്സ് ഇൻ കാഷിംഗ് ഡേറ്റ ഫ്രം ദ ക്ലസ്റ്റർ നോട്ട്സ് വി ആഡ്. ഇപ്പം നമ്മൾ ആഡ് ചെയ്യുന്ന ക്ലസ്റ്റർ നോട്ട്സിലേക്ക് ഡേറ്റ ക്യാഷ് ചെയ്യാൻ ഇത് ഉപയോഗിക്കും. ഇറ്റ് ആൾസോ സപ്പോർട്ട്സ് റിപ്ലിക്കേറ്റഡ് ആൻഡ് പാർട്ടീഷൻഡ് ഡേറ്റ സെറ്റ്സ് വിച്ച് അലൗസ് ദി അനലിസ്റ്റ് ടു ഫ്രീലി ക്രോസ് query between data sets by using structured SQL syntax. അപ്പോൾ ഈ സെന്റൻസിൽ 2-3 നമുക്കൊന്ന് ബ്രേക്ക് ചെയ്ത് നോക്കാം. IMDG also support replicated and partial data sets. That means replicated means copying, partitioned means sharded. അപ്പോൾ sharded and replication സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇത് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? The analyst to freely cross query between data sets. അപ്പോൾ ഈ പറയുന്ന നമ്മൾ പല ഒരു ഡേറ്റ സെറ്റിൽ തന്നെ നമ്മൾ പല റിപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്, പല ഷാർഡുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഡേറ്റ സെറ്റുകൾക്കും സ്റ്റാൻഡേർഡ് ക്വറി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ദ ഡേറ്റ ക്യാൻ ബി ക്വറീഡ്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടി കിട്ടുന്നുണ്ട്. ഇനി അടുത്തതാണ് ത്രെഡ് സ്റ്റോറേജ്. എന്താണ്
അല്ല ടയേർഡ് സോറി ഇറ്റ് ഈസ് നോട്ട് ത്രെഡ്, ഇറ്റ് ഈസ് ടയേർഡ് സ്റ്റോറേജ്. എന്താണ് ഈ ടയേർഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ? ടയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ടയറിംഗ് എന്ന് പറയുന്ന മെക്കാനിസം എന്താണെന്നുള്ളത്. ദറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് വിൽ ബി ഓൺ വൺ പർട്ടിക്കുലർ ലെയർ. ആ ലെയർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഫിസിക്കൽ മെഷീൻസിൽ റിസൈഡ് ചെയ്യണം എന്നൊക്കെ നമ്മൾ അന്ന് പറഞ്ഞതാണ്. സോ IMDG ആർക്കിടെക്ചർ കൺസിസ്റ്റ് ഓഫ് എ ടയേർഡ് സ്റ്റോറേജ് മോഡൽ. ഇപ്പോൾ ടയേർഡ് സ്റ്റോറേജ് മോഡൽ ആകുമ്പോൾ ഒന്നിൽ കൂടുതൽ ഫിസിക്കൽ സിസ്റ്റംസ് നമുക്ക് വേണം. നമുക്ക് ഒന്നിൽ തന്നെ കൊണ്ടുവരികയും ചെയ്യാം, പക്ഷെ അപ്പോൾ അതെന്തായി പോകും? സിംഗിൾ ടയേർഡ് ആയി പോകും. സോ ഇൻ ദിസ് സ്റ്റോറേജ് മോഡൽ ഡേറ്റ ഈസ് സ്റ്റോർഡ് ആൻഡ് മൂവ്ഡ് ബിറ്റ്വീൻ. അപ്പോൾ ഇതെങ്ങോട്ടേക്കാണ്? അപ്പോൾ ഡേറ്റ ഈസ് സ്റ്റോർഡ് ആൻഡ് മൂവ്ഡ് ബിറ്റ്വീൻ, എവിടെയൊക്കെയോ ഡേറ്റ മൂവ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഓൺ ഹീപ്പ്, രണ്ടാമത്തേത് ഓഫ് ഹീപ്പ്, മൂന്നാമത്തേത് സ്വാപ്പ് സ്പേസ്. ഇത് മൂന്നും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്താണ് ഹീപ്പ് മെമ്മറി എന്ന് പറഞ്ഞാൽ? എല്ലാം മെമ്മറി ഓറിയന്റേഷൻ ആണ്. ഹീപ്പ് മെമ്മറി എന്ന് പറയുന്നത്, ഹീപ്പ് മെമ്മറി is a memory used by programming languages to store global variables. ഇപ്പോൾ ഗ്ലോബൽ വേരിയബിൾസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഏരിയയാണ്, മെമ്മറി ഏരിയയാണ് ഇതെന്ന് പറയുന്നത് ഹീപ്പ് മെമ്മറി എന്ന് പറയുന്നത്. ബൈ ഡീഫോൾട്ട് ഇറ്റ് സപ്പോർട്ട്സ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. അപ്പോൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷന് വേണ്ടിയുള്ള ഒരു ഏരിയ കൂടിയാണ് ഏതെന്ന് പറയുന്നത് ഹീപ്പ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ദ റൺ ടൈം ഡേറ്റ ഏരിയ അല്ലെങ്കിൽ എ ഫ്രീ ഫ്ലോട്ടിംഗ് റീജിയൻ ഓഫ് മെമ്മറി യൂസ്ഡ് ഫോർ ഡൈനാമിക് അലോക്കേഷൻ. അപ്പോൾ മെമ്മറിയെ ഡൈനാമിക് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് മെമ്മറിയിൽ വിട്ടുവെക്കുന്നു. ആ സ്ഥലത്തിനെയാണ് നമ്മൾ ഹീപ്പ് എന്ന് പറയുന്നത്. എ പ്രൈമറി നോഡ്, അപ്പോൾ ഈ ഹീപ്പ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി മെമ്മറിയാണ്. അതിനൊരു നോഡ് നമ്മൾ കീപ്പ് ചെയ്യുന്നു. വെയർ ഓൾ ക്യാഷ് എൻട്രീസ് ആർ സ്റ്റോർഡ് ഓൺ ദിസ് ഹീപ്പ്. അപ്പോൾ ഈ ഡൈനാമിക് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ ക്യാഷ് എൻട്രീസിനെയും കൊണ്ടുവെക്കുന്നു. അതാണ് ഓൺ ഹീപ്പ്. രണ്ടാമത്തേത് ഓഫ് ഹീപ്പ് ആണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മെമ്മറി നോഡ് ദാറ്റ് അലൗസ് കോൺഫിഗറേഷൻ ഓഫ് യുവർ കാഷ്ഡ് ഡേറ്റ എൻട്രീസ് ഡയറക്ട്ലി ഇൻ ടു ഹീപ്പ് ഉണ്ട് ഓഫ് ഹീപ്പ് സ്റ്റോറേജ്. അപ്പോൾ ഈ ഓഫ് ഹീപ്പ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി, ഒരു ടൈപ്പ് ഓഫ് മെമ്മറി നോഡ്, അതൊരു പുതിയ നോഡായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുകയാണ്. ദാറ്റ് അലൗസ് കോൺഫിഗറേഷൻ ഓഫ് യുവർ ക്യാഷ്ഡ് സ്റ്റോർ എൻട്രീസ്. അപ്പോൾ ആ ക്യാഷ് ചെയ്തിരിക്കുന്ന സ്റ്റോറിൻ്റെ എൻട്രീസ് കംപ്ലീറ്റ് എവിടെ കൊണ്ടുവന്ന് നമ്മൾ വെക്കുകയാണ്? ഈ ഓഫ് ദ ഹീപ്പിൽ വെക്കുകയാണ്. ഇനി സ്വാപ്പ് സ്പേസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ പഠിച്ചു കഴിയുന്നതാണ്. ഇറ്റ് ഈസ് എ ടെമ്പററി സ്റ്റോറേജ് നോഡ് യൂസ്ഡ് വെൻ ദ ഡേറ്റ എക്സീഡ്സ് ദ ലിമിറ്റ്സ് ഓൺ ഹീപ്പ് ഓർ ഓഫ് ഹീപ്പ് മെമ്മറി. അപ്പോൾ ഓൺ ഹീപ്പിലോ ഓഫ് ഹീപ്പിലോ നിങ്ങൾക്ക് ഡേറ്റ എക്സീഡ് ചെയ്യുന്നു എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് കൊണ്ടുപോയി വെക്കാൻ പറ്റിയ സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് സ്വാപ്പ് സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ടയറിംഗ് എന്ന് പറയുമ്പോൾ ഇത് മൂന്ന് ഡിഫറെൻറ്റ് നോഡുകളായിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാം കൂടി ഏതിലാകാൻ പറ്റത്തില്ല? ഒരു നോഡിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. സോ യു ഹാവ് ടു കീപ് 3 ഡിഫറെൻറ്റ് നോഡ്സ് ഫോർ ദീസ് 3 ഡിഫറെൻറ്റ് സെക്ഷൻസ്. അപ്പോൾ അതുകൊണ്ടാണ് IMDG ആർക്കിടെക്ചർ എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ്സ് എ മൾട്ടി ടയർ ആർക്കിടെക്ചർ. If you go up the tier, the architecture provided you with increased storage capacity with gradual increase in latency. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ഓൺ ഹീപ്പ്, ഓഫ് ഹീപ്പ്, സ്വാപ്പ് എത്തുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം ഓൺ ഹീപ്പിലുള്ളത് കംപ്ലീറ്റ് ചെയ്തു, അത് കഴിഞ്ഞപ്പോൾ അടുത്തതിൽ നോഡിലേക്ക് പോയി, വേറെ ഇറ്റ് ഈസ് ഓഫ് ഹീപ്പായി. അത് കഴിഞ്ഞ് മേളിലേക്ക് എത്തുമ്പോഴത്തേക്ക് എന്തായി? അത് വീണ്ടും സ്വാപ്പ് സ്പേസിലേക്ക് എത്തി. സോ ദീസ് 3 ഡിഫറെൻറ്റ് മെഷീൻസ്. അപ്പോൾ ഓൺ ഹീപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മെമ്മറിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആയിരിക്കും. അതിന് തൊട്ട് മുകളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഉണ്ടാകാൻ പറ്റുന്ന ഒരു ലേറ്റൻസി ഉണ്ട്. ഇനി മറ്റേ സ്വാപ്പ് സ്പേസിലേക്ക് എത്തുമ്പോൾ വീണ്ടും ലേറ്റൻസി കൂടുന്നു. അപ്പോൾ അടുത്തതാണ് ഇൻ്റഗ്രേഷൻ വിത്ത് എക്സിസ്റ്റിംഗ് ഡേറ്റാബേസസ്. അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഡേറ്റാബേസുകളുമായിട്ടൊരു ഇൻ്റഗ്രേഷൻ നമുക്ക് പോസിബിൾ ആക്കണം. In-memory data grids provide scalability and speed up the working of functionalities of existing systems or applications. അപ്പോൾ ഇപ്പോൾ ഉള്ള നമ്മളുടെ ആപ്ലിക്കേഷൻസിന് സിസ്റ്റംസും ആപ്ലിക്കേഷൻസും എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? സ്കെയിലബിലിറ്റിയും സ്പീഡും നമുക്കിപ്പോൾ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതാണ്? ഇൻ മെമ്മറി ഡാറ്റ ഗ്രിഡ്സ്. ഇൻ മെമ്മറി വർക്ക്സ് വിത്ത്
an existing database. അപ്പോൾ in memory നമുക്കൊരു existing database-ഉമായിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. It provides a layer of vastly distributed in-memory storage and processing between the database and the application. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് വേണ്ടി വരും? ഒരു എക്സിസ്റ്റിംഗ് ഡേറ്റാബേസിൽ നമുക്ക് ഡേറ്റ ഉണ്ട്. ആ ഡേറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇൻ-മെമ്മറി ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ-മെമ്മറി സ്റ്റോറേജ് നമ്മൾ അതിനിടയിൽ ഉണ്ടാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഡേറ്റാബേസിനെയും ആപ്ലിക്കേഷനെയും തമ്മിൽ ഇതുവഴി ലിങ്ക് ചെയ്യണം. Then this application rely on this layer for gaining fast data access and processing capabilities. അപ്പോൾ ആപ്ലിക്കേഷൻ ഡേറ്റാബേസിനെ അല്ല ക്വറി ചെയ്യുക അല്ലെങ്കിൽ കണക്ട് ചെയ്യുക ഡേറ്റയ്ക്ക് ഏതിനെ ആയിരിക്കും? ഈ ഇൻ മെമ്മറി സ്റ്റോറേജിനെ ആയിരിക്കും എന്ത് ചെയ്യുക? ലിങ്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഇടയിലുള്ള ഒരു ക്യാഷ് പോലെ ആര് നിൽക്കും? ഇൻ മെമ്മറി സ്റ്റോറേജ് നിൽക്കും. ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റ എങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കും? ഇൻ മെമ്മറി സ്റ്റോറേജിലേക്ക് വരും. അവിടുന്ന് എങ്ങോട്ടേക്ക് പോകും? ആപ്ലിക്കേഷനിലേക്ക് പോകും. ആൻഡ് ഇൻ മെമ്മറി ഡേറ്റ ഗ്രിഡ്സ് പ്രൊവൈഡ് എ സീംലെസ്ലി റീഡ് ത്രൂ ആൻഡ് റീഡ് റൈറ്റ് ഫ്രം ആൻഡ് ടു ദ ഡേറ്റാബേസ്. അപ്പോൾ ഈ ഗ്രിഡിൽ എന്തെങ്കിലും ഡേറ്റ റൈറ്റ് ചെയ്യാൻ വരികയോ അല്ലെങ്കിൽ റീഡ് ചെയ്യാൻ വരികയോ ചെയ്യുമ്പോൾ അവിടെ ഉള്ളതാണെങ്കിൽ റീഡ് ചെയ്യുന്ന സമയത്ത് റീഡ് ചെയ്യേണ്ട സമയത്ത് ആ ഡേറ്റ ഗ്രിഡിലുണ്ടെങ്കിൽ എവിടുന്ന് പ്രൊവൈഡ് ചെയ്യും? ഗ്രിഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. ഇനി ഇൻ കേസ് റീഡിൽ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എവിടെയാണ് നിങ്ങളുടെ ഗ്രിഡിൽ അപ്പോൾ അവൈലബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇറ്റ് വിൽ query ഫ്രം ദി ഡേറ്റാബേസ് ആൻഡ് ഷോ ഇറ്റ് ടു ദി യൂസർ. ഇനി റൈറ്റിന് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? റൈറ്റും ഇതുപോലെ തന്നെയാണ് പ്രശ്നം. എന്താണ്? ഇറ്റ് വിൽ റൈറ്റ് ഇറ്റ് ടു ദി ഗ്രിഡ് ഫസ്റ്റ് ആൻഡ് ദെൻ ഇറ്റ് മെയിൻറ്റെയിൻസ് എ ക്യൂ ആൻഡ് ആ ക്യൂ വെച്ചിട്ട് എങ്ങോട്ടേക്ക് കൊണ്ടുപോയി റൈറ്റ് ചെയ്യും? നിങ്ങളുടെ ഡേറ്റാബേസിലേക്ക് കൊണ്ടുപോയി റൈറ്റ് ചെയ്യും. ഇവിടെ ഒരു ചെറിയ ഇൻകൺസിസ്റ്റൻസി പ്രോബ്ലം ഉണ്ട്, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ദെൻ ഇറ്റ് ഫെസിലിറ്റേറ്റ് ഈസി ഇൻറ്റഗ്രേഷൻ വിത്ത് എക്സിസ്റ്റിംഗ് ഡേറ്റാബേസസ്. അപ്പോൾ ഇത് എക്സിസ്റ്റിംഗ് ഡേറ്റാബേസുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. So several companies are utilizing this IMDG technology. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന വലിയ കമ്പനികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? this IMDG technology യൂസ് ചെയ്യുന്നുണ്ട് by changing their core system architecture to take advantage of the low latency and transaction processing to suffice the growing big data requirements in the organization. അപ്പോൾ ആ ബിഗ് ഡേറ്റ റിക്വയർമെൻറ്റ്സ് ഉള്ള ഓർഗനൈസേഷൻസ് അത് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ഇതാണ് ബേസിക്കലി ഇത് അതിൻ്റെ ഒരു ആർക്കിടെക്ചർ. അതായത് you are having a grid in between the application and the database. So every read and write will be going through the IMDG. ഇവിടെ 2-3 തരം പറയുന്നുണ്ട്. ഒന്ന് ഡയറക്ട്ലി ഇറ്റ് ക്യാൻ ബി ഗോൺ ടു ദി ഓപ്പറേഷണൽ ഡേറ്റാബേസ്, അതല്ലെങ്കിൽ ഇറ്റ് ക്യാൻ കം ഇൻ ടു എ ക്യൂ ആൻഡ് ദെൻ ഇറ്റ് ഗോസ് ഇൻ ടു ദി റിലേഷണൽ ഡേറ്റാബേസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു IMDGയുടെ ഒരു ബേസിക് സ്ട്രക്ചർ. ഇത് ഒരു നമുക്ക് എക്സ്പ്ലനേഷൻ വേണ്ടി വരുന്ന അടുത്ത സെക്ഷനിൽ പറയുന്ന അല്ലെങ്കിൽ അടുത്ത സെക്ഷനിലേക്ക് പറയപ്പെടുന്ന ഒരു പാർട്ടാണ്. അതിവിടെ നിന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ 2-3 കാര്യങ്ങളെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നു. ഒന്ന്, ആദ്യത്തെ പാർട്ട് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ. ഒന്ന്, യു ഹാവ് ആൻ ഇമേജ്, യു ഹാവ് ആൻ XML, യു ഹാവ് എ കസ്റ്റമർ ഓബ്ജക്റ്റ്, അതായത് ഒരു കസ്റ്റമർ ഇൻഫർമേഷൻ. ഈ സാധനങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ മേക്കിംഗ് ഇറ്റ് ഇൻ ദ ഫോം ഓഫ് എ സീരിയലൈസ്ഡ് റെപ്രസെൻറ്റേഷൻ. ഒരു ഇമേജ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു കീ വാല്യൂ എന്ന് പറയുന്നത് ഒരു കീ ഉണ്ടാവാം, ഒരു ഐഡൻറ്റിഫയബിൾ കീ ഉണ്ടാവാം. ദെൻ ദ റെസ്റ്റ് ഓഫ് ദ തിങ്സ് വിൽ ബി എന്താണ്? ഒരു ബൈനറി സീക്വൻസ് ആയിരിക്കും. ഇനി നിങ്ങളുടെ XML ആണെങ്കിൽ ആ XMLൻ്റെ ടാഗ്ഡ് സ്ട്രക്ചർ നമുക്കൊരു സീക്വൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഒരു കസ്റ്റമർ ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഡേറ്റ ഒരു ഫീൽഡ് വൈസ് ഉള്ളതാണെങ്കിൽ ആ ഫീൽഡുകളെ നമുക്കൊരു സീക്വൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പം ഇങ്ങനെ നിങ്ങളുടെ ഡേറ്റയെ സീരിയലൈസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കൺവേർട്ടിങ് ഇൻ ടു എ കീ വാല്യൂ. ഒരു കീ വാല്യൂ കോൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ ഫോമിലേക്ക് നമ്മൾ മാറ്റുന്നു. ദെൻ ദാറ്റ് വിൽ ബി റിട്ടൺ ഇൻ ടു ദി IMDG.
നിങ്ങളുടെ IMDG-യിലേക്ക് ഇതിനെ എഴുതി വെക്കുന്നു. അപ്പോൾ ഈ IMDG-യിൽ നിന്ന് നിങ്ങൾക്ക് ശരിക്കും ഇതിനെ എങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം. ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഇറ്റ് ഇൻ ടു എ നിങ്ങളുടെ സ്റ്റോറേജ്. നിങ്ങൾക്ക് ഇതിനെ ഒരു സ്റ്റോറേജിലേക്ക് പെർമനന്റ് സ്റ്റോറേജ് ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ടു എ പെർമനന്റ് സ്റ്റോർ. ഇപ്പോൾ ഒരു പെർമനന്റ് സ്റ്റോറിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിതിനെ പെർമനന്റ് സ്റ്റോറിലേക്ക് കൊണ്ടുപോയി വെക്കാം. ഓക്കെ, സംഹൗ യുവർ ഡാറ്റ, ഈ പറഞ്ഞിരിക്കുന്ന സീരിയലൈസ്ഡ് ഡാറ്റ എവിടെ അവൈലബിൾ ആണ്? നിങ്ങളുടെ IMDG-യിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഫൈൻ. നൗ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ഇവിടുന്ന് ഒരു API റിക്വസ്റ്റ് ചെയ്യുന്നു. ഒരു K3 ഗെറ്റ് ചെയ്യാനുള്ള ഒരു എന്താണ് പറയുക, ഒരു ഇവിടെ ഇത് അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു ക്ലയന്റ് റിക്വസ്റ്റ് ചെയ്യുന്നു. ക്ലയന്റ് റിക്വസ്റ്റ് ചെയ്യുന്നത് ഒരു കസ്റ്റമർ ഓബ്ജക്റ്റ് ആണ്. അപ്പോൾ ഈ കസ്റ്റമർ ഓബ്ജക്റ്റ് API വഴി K3 റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ K3 എന്ന് പറയുന്നത് കീ വാല്യൂ 3. അപ്പോൾ ഇത് നേരെ IMDG-യിലെത്തി IMDG-യിൽ നോക്കി കീ വാല്യൂ 3 എത്രയാണ് ദാണ്ട് കിടക്കുന്നു, അതാണ് കസ്റ്റമർ ഓബ്ജക്റ്റ്. അപ്പോൾ അതെന്ത് ചെയ്തു? ഈ IMDG-യിൽ നിന്ന് എങ്ങോട്ടേക്ക് കൊടുത്തു? നിങ്ങളുടെ API-യിലേക്ക് കൊടുത്തു. പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്തു? API-യിൽ നിന്ന് ഇറ്റ് ഗോസ് ടു ദി സീരിയലൈസിങ് എഞ്ചിൻ. ആ സീരിയലൈസ്ഡ് എഞ്ചിനിൽ നിന്ന് എങ്ങോട്ടേക്ക് വരുന്നു? നിങ്ങളുടെ ക്ലയന്റിലേക്ക് തന്നെ വരുന്നു. സോ ദിസ് ഈസ് ദി ഡീസീരിയലൈസേഷൻ പ്രോസസ് ആണ്. കാരണം സീരിയലൈസ്ഡ് ഫോമിൽ ആർക്ക് മനസ്സിലാകത്തില്ല? യൂസർക്ക് മനസ്സിലാകത്തില്ല. യൂസർക്ക് മനസ്സിലാകണമെങ്കിൽ ഏത് ഫോം തന്നെ വേണം? സ്റ്റാൻഡേർഡ് ഫോം തന്നെ ഉണ്ടെങ്കിൽ യൂസർക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ സീരിയലൈസ്ഡ് ഫോം ഒരിടത്ത് സീരിയലൈസേഷൻ നടക്കുന്നു, ഒരിടത്ത് ഡീസീരിയലൈസേഷനും നടക്കുന്നു. ഈ ഡീസീരിയലൈസേഷനാണ് എന്ത് ചെയ്യുന്നത്? യൂസർക്ക് അതിൻ്റെ ഒറിജിനൽ ഫോർമാറ്റിലേക്ക് ഈ സാധനത്തിനെ അല്ലെങ്കിൽ ആ ഡേറ്റയെ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യപ്പെടുന്നു. അതാണ് ഈ പറയുന്നത്. That is, an image XML and a customer object are first serialized using a serialization engine. പറഞ്ഞല്ലോ, ദാണ്ട് ഈ കാണുന്ന സംഗതി, ഈ ഫസ്റ്റ് പാർട്ട്. This is the first part. Now, let's come to, they are then stored as key value pairs in IMDG. അതാണ് രണ്ടാമത്തെ പോയിന്റ്. That stored as key value pairs in IMDG. ദാണ്ട് ഇത് നമ്മുടെ രണ്ടാമത്തെ പ്രോസസ്. നൗ ഇനി അടുത്തത് എടുക്കുമ്പോൾ എ ക്ലയന്റ് റിക്വസ്റ്റ് ദ കസ്റ്റമർ ഓബ്ജക്റ്റ് വയ ഇറ്റ്സ് കീ. ദാണ്ട നോക്കിയട്ടെ, എ കസ്റ്റമർ ദാണ്ട് ഈ മൂന്നാമത്തത് എന്തേ, എവിടെ കഴ്സർ കാണുന്നില്ല. ദിസ് 3, ഈ 3 എന്ന് പറയുന്ന സ്റ്റെപ്പ് നോക്കിക്കേ. ഇതൊരു ക്ലയന്റാ, ഇതൊരു ക്ലയന്റ് ആണ്. ഈ ക്ലയന്റ് K3 by its key value requesting for the information. അപ്പോൾ അടുത്ത് എന്ത് ചെയ്യാണ്? The value is then returned by the IMDG in serial form. അപ്പോൾ ഇവിടുന്ന് ഈ ഡേറ്റ കിട്ടി. അപ്പോൾ ഇത് സീരിയലൈസ്ഡ് ഫോമിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ഈ വാല്യൂവിനെ എടുത്തു. ഈ വാല്യൂവിനെ ആർക്ക് കൊടുത്തു? API-യിലേക്ക് വന്നു. അപ്പോൾ API-യിലേക്കല്ല ശരിക്കും വരുന്നത്. എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ഇറ്റ് ഗോസ് ടു ദി ഡീസീരിയലൈസേഷൻ എഞ്ചിൻ. പക്ഷെ നമുക്ക് API വഴിയല്ലേ കണക്ഷൻ ഉള്ളൂ. ഒരു ലിങ്ക് ഏത് വഴിയേ വന്നിട്ടുള്ളൂ? API വഴി, അല്ലെങ്കിൽ ആ ക്ലയന്റ് വഴിയേ വന്നിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ ക്ലയന്റിലേക്ക് തന്നെ തിരിച്ചെത്തിക്കുന്നു. അപ്പോൾ തിരിച്ചെത്തിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? The client then utilizes a serialization engine to deserialize the value to obtain the customer object. ദാണ്ട നോക്കിക്കേ, ഇവിടെ എത്തി. ഇപ്പൊ ഇവിടെ വന്നത് എന്ത് വാല്യൂ ആണ്? ആ സീരിയൽ വാല്യൂ ആണ്. ഏത് 10101001 എന്ന് പറയുന്ന ഒരു സീരിയൽ വാല്യൂ ഇവിടെ എത്തി. ഇതിനകത്ത് എന്തോ പ്രോസസ്സ് നടന്നു. തിരിച്ചെത്തുമ്പോൾ എങ്ങനെയാണ് എത്തുന്നത്? നെയിം, ഏജ്, ജെൻഡർ എന്നുള്ള ഫോമിലേക്ക് അത് തിരിച്ചെത്തുന്നു. in order to manipulate the customer object. അപ്പോൾ ഈ ആറാമത്തെ സ്റ്റേജിൽ നമ്മൾ കാണുന്നത് തിരിച്ച് ആ കസ്റ്റമർ ഓബ്ജക്റ്റിനെ അതുപോലെ തന്നെ എത്തിക്കുന്ന ആ ഒരു ഫോമാണ് നമ്മൾ കാണുന്നത്. സോ ആ പിക്ചറിന്റെ ടോട്ടൽ എക്സ്പ്ലനേഷൻ ആണ് ഈ പറയുന്ന പാർട്ട്. ഓക്കെ, ഇത് മനസ്സിലായി കാണുമല്ലോ. ഇതിനകത്ത് വേറെ കൺഫ്യൂഷന്റെ കേസ് ഒന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടെ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് എടുക്കുക, പുറകിലേക്ക് പോയി ആ സ്റ്റെപ്പുമായിട്ടൊന്ന് നോക്കുക. ദെൻ നോട്ട്സ് ഇൻ IMDG കീപ് ദംസെൽസ് സിങ്ക്രൈസ്ഡ് ആൻഡ് കളക്റ്റീവ്ലി പ്രൊവൈഡ് ഹൈ അവൈലബിലിറ്റി, ഫാൾട്ട് ടോളറൻസ് ആൻഡ് കൺസിസ്റ്റൻസി. കീപ് ദംസെൽസ് സിങ്ക്രണൈസ്ഡ്. ആരുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യുന്നു? ദി ഡേറ്റ സ്റ്റോർ. ഇൻ കമ്പാരിസൺ ടു NoSQL eventual consistency approach,
IMDG സപ്പോർട്ട് ഇമ്മീഡിയറ്റ് കൺസിസ്റ്റൻസി. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു നമ്മൾ ഇൻ മെമ്മറിയിൽ തന്നെ അല്ലേ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ പ്രോസസ്സുകൾ അല്ലെങ്കിൽ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ അതിനെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, ഇമ്മീഡിയറ്റ് കൺസിസ്റ്റൻസി തരുന്നത്. ദെൻ IMDG സ്കെയിൽ ഹൊറിസോണ്ടലായിട്ട്, അതായത് കൂടുതൽ നോഡുകൾ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇംപ്ലിമെന്റിംഗ് ഡാറ്റ പാർട്ടീഷനിങ് ആൻഡ് ഡാറ്റ റിപ്ലിക്കേഷൻ. അറിയാമല്ലോ, ഡാറ്റ പാർട്ടീഷൻ ചെയ്താൽ അതിനെ പല സ്ഥലങ്ങളിൽ നമുക്ക് കൊണ്ടുപോയി ഇടാൻ പറ്റും. അപ്പോൾ ഒരു വലിയ ബൾക്ക് ഓഫ് ഡാറ്റ അവരുടെ ഉണ്ടാവത്തില്ല, ചെറിയ ചെറിയ പീസസ് ആയിട്ട് പല സ്ഥലങ്ങളിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. വിച്ച് ഫർദർ സപ്പോർട്ട് റിലയബിലിറ്റി ബൈ റിപ്ലിക്കേറ്റിംഗ് ഡാറ്റ അറ്റ്ലീസ്റ്റ് വൺ എക്സ്ട്രാ നോഡ്. അപ്പോൾ ഏതെങ്കിലും ഒരു അഡീഷണൽ നോഡിൽ നമുക്ക് ഒരു റിപ്ലിക്കേഷൻ മെക്കാനിസം ഉള്ളത് കൊണ്ട് നമുക്ക് അവൈലബിലിറ്റിയും ഉണ്ടാകും, റിലയബിലിറ്റിയും ഉണ്ടാകും. അപ്പോൾ അതിനടുത്ത് താഴെ ഒരു കേസ് പറയുന്നുണ്ട്. എന്താണ്? ഇൻ കേസ് ഓഫ് എ മെഷീൻ ഫെയിലുവർ, ഏതെങ്കിലും കാരണവശാൽ ഒരു മെഷീൻ ഫെയിലുവർ ഉണ്ടായാൽ IMDGs ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഓട്ടോമാറ്റിക്കലി റീക്രിയേറ്റ് ലോസ്റ്റ് കോപ്പീസ് ഓഫ് ദ ഡാറ്റ ഫ്രം റിപ്ലിക്കേഴ്സ് ആസ് പാർട്ട് ഓഫ് ദ റിക്കവറി പ്രോസസ്. അപ്പൊ റിക്കവറി പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ആ ലോസ്റ്റ് ആയിട്ടുള്ള കോപ്പീസ് റിപ്ലിക്കയിൽ നിന്ന് റീജനറേറ്റ് ചെയ്തെടുക്കും എന്നൊരു പ്രത്യേകത കൂടി ഇതിന് ഉണ്ട്. Then IMDGs are heavily used for real-time analytics. ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞത്, റിയൽ ടൈം അനലിറ്റിക്സിന് ഉപയോഗിക്കുന്നു. അപ്പോൾ ഡാറ്റ വരിക, പ്രോസസ് ചെയ്യുക, പോവുക എന്നുള്ള ആ മെക്കാനിസം. ബിക്കോസ് ദേ സപ്പോർട്ട് കോംപ്ലക്സ് ഇവന്റ് പ്രോസസ്സിംഗ് സിസ്റ്റം വയ പബ്ലിഷ് സബ്സ്ക്രൈബ് മെസ്സേജിംഗ് മോഡൽ. എന്താണ് ഈ പബ്ലിഷ്? ഞാൻ അത് കോംപ്ലക്സ് ഇവന്റ് സിസ്റ്റത്തിലേക്ക് വരാം. അതിനു മുമ്പ് എന്താണ് പബ്ലിഷ് സബ്സ്ക്രൈബിംഗ് ടെസ്റ്റ് സിസ്റ്റം എന്ന മെസ്സേജിംഗ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരാൾ ഒരു കാര്യം പബ്ലിഷ് ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ TV ചാനൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ, പത്രങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ദീസ് ആർ ഓൾ പബ്ലിഷ് സബ്സ്ക്രൈബ്. കാരണം മനോരമയുണ്ട്, മാതൃഭൂമിയുണ്ട്, മാധ്യമമുണ്ട്, പിന്നെ സുപ്രഭാതമുണ്ട്, അങ്ങനെ ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ട്, ഹിന്ദു ഉണ്ട്, ടൈംസ് ഓഫ് ഇന്ത്യ ഉണ്ട്, അങ്ങനെ n നമ്പർ ഓഫ് പത്രങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ n നമ്പർ ഓഫ് TV ചാനൽസും അവൈലബിൾ ആണ്. നമ്മൾ ഇതെല്ലാം കൂടെ എടുത്തു വെക്കാറില്ലല്ലോ. പത്രത്തിന്റെ കേസ് എടുത്താൽ ഓക്കെ, ഒന്നേ മനോരമ, അല്ലെ മാതൃഭൂമി, അല്ലെ മാധ്യമം, ഇതിലേതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കോളേജിനെ സംബന്ധിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒട്ടുമുക്കാലും എല്ലാ പത്രങ്ങളും നമ്മൾ എവിടെ വാങ്ങിക്കുന്നുണ്ട്, നമ്മുടെ കോളേജിൻ്റെ ലൈബ്രറിയിൽ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ പബ്ലിഷ് സബ്സ്ക്രൈബ്, ഒരുപാട് ആൾക്കാർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, ആവശ്യമുള്ള ആൾക്കാർ മാത്രം ആവശ്യമുള്ളത് എടുക്കുന്നു. അങ്ങനെയുള്ള ഒരു പബ്ലിഷ് സബ്സ്ക്രൈബിങ്, അതായത് ഒരു കാര്യം പബ്ലിഷ് ചെയ്യുക, ആവശ്യമുള്ളവർ എടുക്കുക, അങ്ങനെയുള്ള ഒരു മെക്കാനിസം വെച്ചിട്ടാണ് റിയൽ ടൈം അനലിറ്റിക്സ് നടത്തുന്നത്. അപ്പോൾ റിയൽ ടൈം അനലിറ്റിക്സ് നടത്തണമെങ്കിൽ ഇവിടെ പറയുന്നു ഇറ്റ് റിക്വയർസ് എ കോംപ്ലക്സ് ഇവന്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം വേണം എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ കോംപ്ലക്സ് ഇവന്റ് മെക്കാനിസം എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ കോംപ്ലക്സ് ഇവന്റ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ it is a set of techniques for capturing and analyzing streams of data as they arrive. അപ്പോൾ streams of data as they arrive to identify opportunities or threats in real time. ഇത് എന്തോ ആവട്ടെ, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് ഇൻ റിയൽ ടൈം എന്നുള്ളതിന് പകരം നമ്മളുടെ പ്രോസസ്സിംഗ് എന്നുള്ള ഒറ്റ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നു. As they arrive for processing. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് എന്താണ്, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ടെക്നിക്സ് ഫോർ ക്യാപ്ചറിങ് ആൻഡ് അനലൈസിങ് സ്ട്രീംസ് ഓഫ് ഡേറ്റ ആസ് ദേ അറൈവ്. വരുന്ന പോലെ തന്നെ സ്ട്രീം ചെയ്ത് അതിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസം. Now, CEP enables systems applications to respond to events, trends, പാറ്റേൺസ് ഇൻ ദ ഡേറ്റ ആസ് ദേ ഹാപ്പൻ. അപ്പോൾ ആ വരുന്ന വഴിക്ക് തന്നെ ഒരു ഇവന്റിനോട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു
ട്രെൻഡ് എന്താണ്, അല്ലെങ്കിൽ ആ ഡേറ്റയിലുള്ള ഒരു പാറ്റേൺ എന്താണ് മുതലായ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ കോംപ്ലക്സ് ഇവന്റ് പ്രോസസ്സിംഗ്. ദെൻ ഇറ്റ് ഈസ് കൺസിഡർഡ് ലാർജ്ലി സിങ്ക്രണസ് വിത്ത് ഇവന്റ് സ്ട്രീം പ്രോസസ്സിംഗ്. അപ്പം ഒരു ഇവന്റ് വന്നാൽ അതിനെ എങ്ങനെ പ്രോസസ്സ് ചെയ്യണമെന്നുള്ളതാണ് ഒരു ഇവന്റിന്റെ സ്ട്രീമിനെ കംപ്ലീറ്റ് എടുത്ത് പ്രോസസ്സ് ചെയ്യുന്നതാണ് ഇവന്റ് സ്ട്രീം പ്രോസസ്സിംഗ്. അങ്ങനെയുള്ള ഒരു കോംപ്ലക്സ് നേച്ചറാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, കോംപ്ലക്സ് ഇവന്റ് പ്രോസസ്സിംഗ് എന്ന് നമ്മൾ പറയുന്നത്. So CEP is typically more associated with searching of complex patterns and dependencies in an incoming data. അപ്പോൾ ഒരു ഇൻകമിംഗ് ഡേറ്റയിലുള്ള അസോസിയേഷൻസ് എന്തിനാണ്, സെർച്ചിങ്ങിനും കോംപ്ലക്സ് പാറ്റേൺസിനെ സെർച്ച് ചെയ്യാനുള്ള ഒരു അസോസിയേഷൻ ആയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ അതിനുള്ളിലുള്ള ഡിപ്പെൻഡൻസീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ് ഈ കോംപ്ലക്സ് ഇവന്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. The latter term trend tends to more about aggregations in time windows and commonly associated with newer stream technologies. അത് പോട്ടെ, ഏതാണ് സ്ട്രീം ടെക്നോളജി എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ദ ലാറ്റർ ടേം ടെൻസ് ഏതാണ്, ഈ ഇവന്റ് സ്ട്രീം പ്രോസസ്സിംഗ് എന്നുള്ള കോണ്ടെക്സ്റ്റ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്, അഗ്രഗേഷൻസ് ഇൻ ടൈം വിൻഡോസ്. ഒരു ടൈം വിൻഡോയ്ക്കുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ, അതിനകത്തുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവന്റ് സ്ട്രീമിംഗ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കിക്കാം. In the practice of taking action on a series of data points that originate from a system that continuously creates data. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഡേറ്റ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനിടയിൽ എന്താണ്, ഒരു സീരീസ് ഓഫ് ഡേറ്റ പോയിന്റിനിടയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇവന്റ് സിസ്റ്റം പ്രോസസ്സിംഗ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ടെമ്പറേച്ചർ ക്യാപ്ചർ ചെയ്യുന്നു. ഓക്കെ, രാവിലെ 10 മണിക്ക് 10 മുതൽ 10:15 വരെയുള്ള ടൈം ഡേറ്റ എടുത്തു. എന്നിട്ട് അത് പറയുന്നു, ഓക്കെ ഈ സമയത്ത് ടെമ്പറേച്ചർ ഇത്രയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്നത് 11 മണി മുതൽ 12 മണി വരെയുള്ള 1 മണിക്കൂറിൻ്റെ ഗ്യാപ്പിലുള്ള ഡേറ്റ എടുത്ത് ഞാൻ പറയുന്നു ഇത്ര ചൂട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇത്രയാണ്. അപ്പം ഇങ്ങനെ ഒരു ഇവന്റ് ആയിട്ട് സ്ട്രീമിനെ പ്രോസസ്സ് ചെയ്യുന്ന മെക്കാനിസമാണ് നമ്മൾ ഇവന്റ് സ്ട്രീമിംഗ് എന്ന് നമ്മൾ പറയുന്നത്. Then a series of events can also be referred to as a streaming data. ഒരു ഇവന്റിന്റെ ഡേറ്റ സ്ട്രീമായിട്ട് വരുന്നതിനെ നമുക്ക് സ്ട്രീമിംഗ് ഡേറ്റ എന്ന് പറയും. Actions that are taken to those events include aggregations. Then aggregation എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാൽക്കുലേഷൻസ് ആകാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതുപോലുള്ള പലതരത്തിലുള്ള കാൽക്കുലേഷൻസ് ആകാം. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനാലിസിസ്, ദാറ്റ് ഈസ് പ്രഡിക്ഷൻ മുതലായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ ട്രാൻസ്ഫോർമേഷൻസ്, ഇപ്പോൾ പലതരത്തിലുള്ള ഡേറ്റ ഫോർമാറ്റ് ചേഞ്ച്, ചിലപ്പോൾ ഒരു നമ്പറിനെ ഡേറ്റ് ഫോർമാറ്റിലേക്കൊക്കെ ചേഞ്ച് ചെയ്യുക. ദെൻ കമ്പൈനിങ്, അതായത് എൻറിച്ച്മെന്റ്, ഡേറ്റയെ ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ എൻറിച്ച് ചെയ്യുക, കൂടുതൽ ഇൻഫർമേഷൻസ് കൊടുക്കുക. കമ്പൈനിങ് ദ ഡേറ്റ പോയിന്റ് വിത്ത് അതർ ഡേറ്റ സോഴ്സസ്, മറ്റുള്ള ഡേറ്റ സോഴ്സുകളിലും കൂടെ എടുത്തിട്ട് ഒരു കോണ്ടെക്സ്റ്റ് ആൻഡ് മീനിങ് കൊടുക്കുക. ദെൻ ഇൻജക്ഷൻ, അതായത് ഇൻസേർട്ടിങ് ദ ഡേറ്റ ഇൻ ടു എ ഡേറ്റാബേസ്, ഇൻസേർട്ടിങ് മറ്റൊരു ഡേറ്റാബേസിൽ കൊണ്ടുപോയി എഴുതുക. ഇങ്ങനെ പലതരത്തിലുള്ള പ്രോസസ്സുകൾ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് ഏതിൽ, ഇവന്റ് പ്രോസസ്സിങ്ങിൽ. ഒരു കോംപ്ലക്സ് ഇവന്റ് പ്രോസസ്സിങ്ങിനെയാണ് യു ഹാവ് ഡിഫറെൻറ്റ് ഇവന്റ് സോഴ്സസ്, സിസ്റ്റം ഉണ്ടാവും, ബിസിനസ് പ്രോസസ്സ്, സെൻസേഴ്സ്, അങ്ങനെയുള്ള പലതരത്തിൽ അതിൽ നിന്നുള്ള ഇവന്റ്സ് വരുന്നു. ആ ഇവന്റിനെ പ്രോസസ്സ് ചെയ്യുന്നു, പെർഫോം ഓപ്പറേഷൻസ് ഓൺ ഇവന്റ്സ്, അതിന് വേണ്ടുന്ന ആക്ഷൻസ് നമുക്ക് കിട്ടുന്നു. ചിലപ്പോൾ ഒരു അലർട്ട് ആകാം, ചിലപ്പോൾ ഒരു ട്രിഗർ ആകാം, അല്ലെങ്കിൽ ട്രിഗർ വർക്ക് ഫ്ലോ ആകാം, ചിലപ്പോൾ ഒരു ഓട്ടോമേറ്റഡ് ആക്ഷൻ ആകാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കേണ്ടതാകാം. അങ്ങനെ പലതരത്തിൽ നമുക്കതിനെ കാണാൻ പറ്റും. ദെൻ ദിസ് ഈസ് ദി ഇവന്റ് പ്രോസസ്സിംഗ്. ഒരു DB റൈറ്റ് ആണ് വരുന്നത്. ഒരു DB റൈറ്റ് വരുന്നു. DB റൈറ്റ് വരുമ്പോൾ ETL ഉണ്ട്, ഇൻഡെക്സ് ഉണ്ട്, അപ്ഡേറ്റ് ഉണ്ട്. ഇതിനകത്തും കൂടെ എല്ലാം നോക്കിയിട്ടാണ് ആ പ്രോസസ്സ് നടക്കുന്നത്. ഇവിടുന്നെല്ലാം ഇതിലേക്കെല്ലാം ഡേറ്റ, ആ ഇവന്റ്, ഓരോ ഇവന്റ് ഉണ്ടാവും, എന്താണ് റീഡ് ETL അല്ലെങ്കിൽ റീഡ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപ്ഡേറ്റ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക, വി വിൽ ഗെറ്റ് ദി ഔട്ട് സ്ട്രീം. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ പറയുന്നത് കോംപ്ലക്സ് ഇവന്റ് പ്രോസസ്സിംഗ് എന്നും ഇവന്റ് പ്രോസസ്സിംഗ് എന്നുമുള്ള നമ്മൾ 2 ടേമുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളുടെ കോംപ്ലക്സ് ഇവന്റ് പ്രോസസ്സിംഗ് നമ്മൾ ഉപയോഗിച്ചു. എങ്ങനെയാണ്, പബ്ലിഷ് സബ്സ്ക്രൈബ് മെസ്സേജിംഗ് സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് അച്ചീവ്ഡ് ത്രൂ എ ഫീച്ചർ കോൾഡ് കണ്ടിന്യൂസ് ക്വറിയിങ്.
അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ് കണ്ടിന്യൂസ് querying എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെ വേറൊരു പേരിലും വിളിക്കും. ദിസ് ഈസ് കോൾഡ് ആക്റ്റീവ് querying വേർ എ ഫിൽറ്റർ ഫോർ ഇവൻറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് രജിസ്റ്റേർഡ് വിത്ത് ദി IMDG. അപ്പോൾ കുറച്ച് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു query പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ queryയെ ഒരു സ്റ്റാൻഡേർഡ് ആക്റ്റീവ് query ആയിട്ട് ഒരു ഫിൽട്ടർ ചെയ്ത് അവിടെ ആ ഡേറ്റ സൂക്ഷിക്കും. അപ്പോൾ ഇനി അടുത്ത തവണ വരുമ്പോൾ പിന്നെയും IMDG മൊത്തം കിടന്ന് തിരക്കേണ്ട ആവശ്യം വരത്തില്ല. പകരം എന്ത് ചെയ്യും, ഈ ഫിൽറ്ററിലുള്ള ഡേറ്റ എടുത്ത് ആർക്ക് കൊടുക്കും, ആ യൂസർക്ക് കൊടുക്കും. Then the IMDG can continuously evaluate the filter, and whenever the filter is satisfied as a result of insert or update or delete operations, subscribing clients are informed. അപ്പോൾ ഇനി രണ്ടാമത് പിന്നൊരു കണ്ടിന്യൂസ് ആയിട്ട് ആ query വരികയാണെങ്കിൽ, അടുത്ത തവണ വരികയാണെങ്കിൽ ഇവാലുവേറ്റ്സ് ദ ഫിൽറ്റർ, ആ ഫിൽറ്ററിനെ ഇവാലുവേറ്റ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ആ ഫിൽറ്ററിൽ ചെയ്ത ഡേറ്റ എടുത്ത് ആളിന് കൊടുക്കും. Then notifications are sent asynchronously as the change events such as adding, removed, updated events, key value pair as an old and new value. ഇപ്പോൾ സപ്പോസ് ഞാൻ ഒരു വാല്യൂവിനെ അപ്ഡേറ്റ് ചെയ്തു, ഒരു കീ വാല്യൂവിനെ അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്തു, ഇത് ആഡിങ് ആണ്, ഞാൻ ആഡ് ചെയ്തതാണ്. അപ്പോൾ യൂസർക്കൊരു മെസ്സേജ് പോവും, എന്താണ്, ഇന്ന വാല്യൂ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഓൾഡ് വാല്യൂ ഇന്നതാണ്, ന്യൂ വാല്യൂ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻഫർമേഷൻ ഒരു യൂസർക്ക് കിട്ടും. റൈറ്റ്, ഇതാണ് IMDG സ്റ്റോറേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ക്ലയൻറ്റ് IMDG റിക്വസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ കാണുന്നില്ലേ, ഒരു ക്ലയൻറ്റ് ഇവിടെ ഉണ്ട്. ഈ ക്ലയൻറ്റ് IMDG റിക്വസ്റ്റ് ചെയ്യുന്നു, ഒരു ഡേറ്റ റിക്വസ്റ്റ് ചെയ്തു, ആ ഡേറ്റ കിട്ടി. അതായത് ഇവിടെ പുള്ളി ഉപയോഗിക്കുന്നത് ഈ SSNLF എന്ന് പറയുന്ന സംഗതിയാണ്. അപ്പോൾ ആ സംഗതി അപ്ഡേറ്റ് ചെയ്യാൻ വന്നു, അല്ല കണ്ടിന്യൂസ് query വന്നു. അപ്പോൾ സംഗതി എന്തായി, ഇവിടെ 1200 എന്നുള്ള വാല്യൂ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, രണ്ടാമത് കിട്ടിയിരിക്കുന്നത് 1210 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, ഒരു ഇവന്റ് ഇൻഫർമേഷൻ ആ യൂസർക്ക് കിട്ടും. അതിലെന്താ പറയുന്നത്, അപ്ഡേറ്റഡ് കീ ടൈപ്പ്, അപ്ഡേറ്റഡ് കീ ഏതാണ്, SSNLF അപ്ഡേറ്റ് ചെയ്തു, ഓൾഡ് വാല്യൂ 1200 ആയിരുന്നു, പുതിയ വാല്യൂ ഏതാണ്, 1210 ആണ്. സോ ദിസ് ഈസ് ദ വേ ദ ഇൻഫർമേഷൻ ഹാസ് ബീൻ സെൻറ്റ്. അപ്പോൾ ഇത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. സ്റ്റോക്ക് പ്രൈസ്, ഇതൊരു സ്റ്റോക്ക് പ്രൈസിൻ്റെ കേസാണ് കാണിച്ചിരിക്കുന്നത്. വേർ കീ ഈസ് ഇൻ ദ സ്റ്റോക്ക് സിമ്പിൾ ആൻഡ് ദ വാല്യൂ ഇൻ ദ സ്റ്റോക്ക് പ്രൈസ്, ആ ടെക്സ്റ്റ് ഫോർ റീഡബിലിറ്റി, ആ കാണിച്ചിരിക്കുന്ന ടെക്സ്റ്റ്. And a client issues a continuous query for SSNLF, ഒന്ന് which is registered in the IMDG. രണ്ടാമത് കാണുന്നത് when the stock price of SN stock changes, an update event is sent to the subscriber client that contains various details about the event. ഇത് ഞാനിപ്പോൾ മേളിൽ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ തന്നെയാണ്. അപ്പോൾ in big data solutions environment, big solution environment, IMDG are often deployed together with the owned storage device. കാരണം വലിയ ഡേറ്റകളാണ് വരുന്നത്, ഡേറ്റ സ്റ്റോറേജ് എന്നല്ല, ഡേറ്റകളാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ബാക്ക് എൻഡിൽ ഒരു സ്റ്റോറേജിൻ്റെ ആവശ്യം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓൺ ഡിസ്ക് സ്റ്റോറേജും ഇതോടൊപ്പം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ ദ ഫോളോയിങ് അപ്രോച്ചസ് ദാറ്റ് ക്യാൻ ബി കമ്പൈൻഡ് ആസ് നെസസറി ടു സപ്പോർട്ട് റീഡ് റേറ്റ് പെർഫോമൻസ്, കൺസിസ്റ്റൻസ് ആൻഡ് സിംപ്ലിസിറ്റി റിക്വയർമെൻറ്റ്സ്. ഇങ്ങനെ ബാക്ക് എൻഡിൽ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് റീഡ് റേറ്റ് പെർഫോമൻസ് കിട്ടണം, കൺസിസ്റ്റൻസിയും കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് 4 മെക്കാനിസംസ് ആണ്. ഒന്ന് റീഡ് ത്രൂ, റൈറ്റ് ത്രൂ, റൈറ്റ് ബിഹൈൻഡ്, റിഫ്രഷ് അഹെഡ് എന്നിങ്ങനെ 4 മെക്കാനിസംസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റീഡ് ത്രൂ, റൈറ്റ് ബിഹൈൻഡ് ആൻഡ് റിഫ്രഷ് അഹെഡ് എന്നിങ്ങനെ 4 മെക്കാനിസംസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കിനി ആ 4 മെക്കാനിസംസ് എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ആദ്യത്തേത് റീഡ് ത്രൂ. ഇഫ് എ റിക്വസ്റ്റഡ് വാല്യൂ ഫോർ എ കീ ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ദ IMDG, നമ്മളൊരു വാല്യൂ റിക്വസ്റ്റ് ചെയ്തു, അതെവിടെ ഇല്ല, നോട്ട് ഫൗണ്ട്, IMDGയിൽ കണ്ടില്ല. ദെൻ ഇറ്റ് ഈസ് സിൻക്രണസ്ലി റീഡ് ഫ്രം ദ ബാക്ക് ആൻഡ് ഓൺ ദി സ്റ്റോറേജ് ഡിവൈസ് സച്ച് ആസ് എ ഡേറ്റാബേസ്. അപ്പം ഞാൻ ചോദിച്ചത് കണ്ടില്ല, ഐ റിക്വസ്റ്റഡ് ഫോർ എ വാല്യൂ, അല്ലെങ്കിൽ ഒരു കീ കൊടുത്തു, അതിൻ്റെ വാല്യൂ വേണം എന്ന് പറഞ്ഞു, IMDGയിലില്ല. അപ്പോൾ IMDGയിൽ ഇല്ലാത്തപ്പോൾ സ്വാഭാവികമായിട്ട് എങ്ങോട്ട് പോകണം, IMDGയിൽ ഇല്ലാത്തത് കൊണ്ട്
ഇത് എങ്ങോട്ട് പോയേ പറ്റൂ? ബാക്ക് എൻഡിലേക്ക് പോയെങ്കിലേ പറ്റൂ. അപ്പോൾ ബാക്ക് എൻഡിൽ പോയി ആ സാധനത്തിനെ എടുത്തിട്ട് നമുക്ക് കൊണ്ട് തരും. Then, upon a successful read from the backend on the storage device, the key value pair is inserted into the IMDG and the requested value is returned to the client. അപ്പം ഞാൻ ഇതാണ് ഈ മേളിൽ വരച്ചിരിക്കുന്നത്. ഇപ്പോൾ വാല്യൂവിനെ എടുത്ത്, ഇത് കെ ആണ് എഴുതിയിരിക്കുന്നത്, ഈ വാല്യൂവിനെ എടുത്ത് അല്ലെങ്കിൽ ആ കീ വാല്യൂ പെയറിനെ എടുത്തിട്ട് IMDGയിൽ രജിസ്റ്റർ ചെയ്ത് അവിടുന്ന് എന്ത് ചെയ്യുന്നു? അവിടുന്ന് നമുക്ക് കൊണ്ട് കാണിക്കുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. അത് നമുക്ക് കൊണ്ട് കാണിക്കുന്നു. Any subsequent request for the same key are then served from the IMDG directly instead of the backend storage. അപ്പോൾ പിന്നെ ഈ കീ വാല്യൂവിൻ്റെ റിക്വസ്റ്റ് വന്നാൽ അത് എവിടുന്ന് കാണിച്ചു തരും? IMDGയിൽ നിന്ന് കാണിച്ചു തരും. Although it is a simple approach, its synchronous nature may introduce read latency. അപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്ന വാല്യൂ ഫൗണ്ട് ചെയ്തില്ലെങ്കിൽ നേരെ അവിടെ പോയി എടുത്തുകൊണ്ട് വരുന്ന ആ ഒരു ലേറ്റൻസി പീരീഡ് ഉണ്ടാവും. അതാണ് റീഡ് ത്രൂ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് നോക്കുക, ഇതതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ എന്താണ് ഒന്ന്, ഇപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാനിവിടെ പറഞ്ഞുതരാം. ഒന്ന്, എ ക്ലയൻറ്റ് റൈസസ് അല്ലെങ്കിൽ ട്രൈസ് ടു റീഡ് എ വാല്യൂ K3 വിച്ച് ഡസ് നോട്ട് കറൻ്റ്ലി എക്സിസ്റ്റ് ഇൻ ദി IMDG. ഇതണ്ട നോക്കുക, ഒരു ക്ലയൻറ്റ് 1, ഇതണ്ട് ഈ സ്റ്റെപ്പാണ് ഈ 1 എന്നൊക്കെ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത്. 1 K3 റിക്വസ്റ്റ് ചെയ്യുന്നു, അതെവിടെ ഇല്ല? ആ സാധനത്തിനെ IMDGയിൽ കാണാനില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എങ്ങോട്ടേക്ക് വരും? ഇവിടേക്ക് വരും. അവിടുന്ന് എന്ത് ചെയ്യും? K3യുടെ വാല്യൂവിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. K3യിൽ കൊണ്ടുവന്ന് IMDGയിൽ കൊണ്ടുവന്നിട്ട് ഇയാളിന് ഡിസ്പ്ലേ ചെയ്ത് കൊടുത്തു. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത്. കൺസിക്വൻ്റ്ലി ഇറ്റ് റീഡ്സ് ഫ്രം ദ ബാക്ക് എൻഡ് സ്റ്റോറേജ് ആൻഡ് ഇൻസേർട്ടഡ് ഇൻ ടു ദ IMDG ആൻഡ് ദെൻ സെൻഡ് ടു ദി ക്ലയൻറ്റ്. അപ്പോൾ 1, 2, 3, 4 സ്റ്റെപ്പുകൾ നോക്കുക. 1, 2, 3 തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ എഴുതുന്നു, 4 ആളിന് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുന്നു. ഇനി a subsequent request for the same key by client B is then served directly from the IMDG. നോക്കിക്കേ, അപ്പോൾ ഇവിടെ അടുത്തത് ഇനി അടുത്തൊരു ക്ലയൻറ്റ് B എന്ന് പറയുന്ന ക്ലയൻറ്റ് ഇതേ K3 തന്നെ റിക്വസ്റ്റ് ചെയ്യുന്നു. ഇത്തവണ അത് എവിടെ നിന്ന് എടുത്ത് കാണിക്കും? നമ്മുടെ ഗ്രിഡിൽ നിന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. ഗ്രിഡിൽ ആ സാധനം ഉണ്ടല്ലോ, ഇത് ഇൻസേർഷൻ നടന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ അത് ഇവിടുന്ന് തന്നെ എടുത്തിട്ട് IMDGയിൽ നിന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. സോ ദിസ് ഈസ് ദി വേ ഇൻ വിച്ച് റീഡ് ത്രൂ അപ്രോച്ച് വർക്ക്സ്. രണ്ടാമത്തേതാണ് റൈറ്റ് ത്രൂ. ഇതേ പ്രശ്നം തന്നെയാണ്. എന്താണ്? എനി റൈറ്റ് ടു ദി IMDG. റൈറ്റ് മീൻസ് എനി റൈറ്റ്. Write means any insertion, update or delete to the IMDG is written synchronously in transactional manner to the backend on the storage device such as database. അതെന്തോ ആവട്ടെ, ബാക്കെൻഡ് എന്തോ ആയിക്കോട്ടെ. ഇവിടെ എന്താ ചെയ്യാം? റൈറ്റ് റിക്വസ്റ്റ് വരുന്നാൽ സിൻക്രണസ്ലി വരുമ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് നേരെ കൊണ്ടുപോയി ഒരു ട്രാൻസാക്ഷൻ എഴുതുന്ന ഫോമിൽ എവിടെ കൊണ്ടെത്തിക്കുന്നു? ഡേറ്റാബേസിൽ കൊണ്ടെത്തിക്കുന്നു. ഇഫ് the write to the backend disk on disk storage fails, the IMDG update is rollback. അപ്പോൾ ഈ സാധനത്തിനെ അല്ലെങ്കിൽ ഈ വന്ന റെക്കോർഡിനെ ഡേറ്റാബേസിൽ എഴുതിയിട്ടില്ലെങ്കിൽ, കാരണം ഇത് ആദ്യം IMDG അപ്ഡേറ്റ് ചെയ്യും, പിന്നെ എങ്ങോട്ട് പോവും? നേരെ അങ്ങോട്ട് പോവും. എവിടേക്ക് പോവും? ഡേറ്റാബേസിലേക്ക് പോവും. അപ്പോൾ ഡേറ്റാബേസ് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് എവിടെയും എഴുതത്തില്ല, IMDGയിലും എഴുതത്തില്ല. ആ അപ്ഡേറ്റ് അവിടെ വരത്തില്ല. ഡ്യൂ ടു ദിസ് ട്രാൻസാക്ഷണൽ നേച്ചർ, ഇങ്ങനത്തെ ഒരു ട്രാൻസാക്ഷൻ നേച്ചർ വരുന്നതുകൊണ്ട് ഡേറ്റ കൺസിസ്റ്റൻസി ഈസ് അച്ചീവ്ഡ് ഇമ്മീഡിയറ്റ്ലി. അപ്പം ഇമ്മീഡിയറ്റ് കൺസിസ്റ്റൻസി ബിറ്റ്വീൻ ടു സ്റ്റോർസ്. അപ്പം രണ്ടിലുമുള്ള ഡേറ്റ ഒരേപോലെയുള്ള ഡേറ്റയെ ഒരു സമയത്ത് നമുക്ക് അവൈലബിൾ ആവത്തുള്ളൂ. ഹൗവർ ദിസ് ട്രാൻസാക്ഷണൽ സപ്പോർട്ട് ഈസ് provided at the expense of write latency, as any write operation is considered complete only when the feedback from the
backend storage is received. അപ്പോൾ ബാക്കെൻഡിൽ നിന്ന് എഴുതി കമ്മിറ്റ് ചെയ്തതിൻ്റെ ഇൻഫർമേഷൻ തിരിച്ചു വന്നെങ്കിൽ മാത്രമേ ആ ട്രാൻസാക്ഷൻ, ആ ഓപ്പറേഷൻ, റൈറ്റ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും? ആ റൈറ്റിംഗ് ടൈമിൻ്റെ ലേറ്റൻസി നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാവും. ഇത് നോക്കാം. ഇവിടെ നമുക്ക് അടുത്ത സ്ലൈഡിൽ പോകാം. എ ക്ലയൻറ്റ് ഇൻസേർട്ട് എ ന്യൂ കീ. It tries to insert a new key value pair K3V3 which is inserted into both IMDG and in the backend storage in a transactional manner. നോക്കാം. ഒരു ക്ലയൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ കൊടുത്തു. അത് എവിടേക്കൊക്കെ ഇൻസേർട്ട് ചെയ്തു? ആദ്യം IMDGയിൽ ഇൻസേർട്ട് ചെയ്തു. Then it comes to the SQL database. രണ്ടിടത്തും വളരെ കൃത്യമായിട്ട് ഈ സാധനം എഴുതി, റൈറ്റ്? രണ്ടിടത്തും ഇത് എഴുതി. ഇപ്പോൾ ഇൻഫർമേഷൻ തിരിച്ചു വന്നു. എന്താണ്? കമ്മിറ്റ് സക്സസ് ഇൻഫർമേഷൻ തിരിച്ചു വന്നു. Now, on successful insertion of the data into the IMDG 2A and the storage 2B, the client will be informed of successful completion. ആണല്ലോ, നമ്മളിപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞില്ലേ? അപ്പോൾ ഇവിടെ രണ്ടിടത്തും എഴുതി എന്നുണ്ടെങ്കിൽ മാത്രമേ ഇതെന്ത് കിട്ടത്തുള്ളൂ? ഈ സക്സസ് ഇൻഫർമേഷൻ ഇങ്ങോട്ടേക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അത് മനസ്സിലായല്ലോ. മൂന്നാമത്തെ കേസാണ് റൈറ്റ് ബിഹൈൻഡ്. എനി റൈറ്റ് ടു ദി IMDG is written asynchronously in a batch mode to the backend on with such as database. അപ്പോൾ ഈ ഒന്ന് സിൻക്രണസ് ആണ്, മീൻസ് ഇറ്റ് കംസ് റൈറ്റ്സ്, കൺഫേം ആൻഡ് റിട്ടേൺ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. എന്താണ്? അസിൻക്രണസ്. ഒരു സിൻക്രണസ് ആയിട്ടല്ല വരുന്നത്. അപ്പം എഴുതുന്ന സമയത്ത് തന്നെ എവിടെ പോയി അപ്ഡേറ്റ് ചെയ്യുന്നില്ല? ബാക്കെൻഡിൽ പോയി അപ്ഡേറ്റ് ചെയ്യുന്നില്ല. പകരം എന്ത് ചെയ്യാണ്? എ ക്യൂ ഈസ് ജനറലി പ്ലേസ്ഡ് ബിറ്റ്വീൻ IMDG ആൻഡ് ബാക്കെൻഡ് സ്റ്റോറേജ്. അപ്പോൾ ഈ IMDGക്കും അതിങ്ങനെയാണ് വരിക. എന്താണ്? IMDG ഇതുണ്ട്. ഇപ്പം ഇതൊരു IMDG ആണ്. ഇവിടെ ഇതൊരു IMDG ആണ്. നമുക്കിവിടെ ഒരു ബാക്കെൻഡ് ഉണ്ട്. അപ്പോൾ ബാക്കെൻഡ് മീൻസ് ഇറ്റ്സ് എ ഓക്കെ, ബാക്കെൻഡ് എന്ന് തന്നെ എഴുതാം. വി ഹാവ് എ ബാക്കെൻഡ്. അപ്പോൾ ഇതിനിടയിൽ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? വി ക്രിയേറ്റ് എ ക്യൂ. ഇതിൻ്റെ ഇടയിൽ ഒരു ക്യൂ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ക്യൂവിൻ്റെ ഗുണം എന്താണ്? ഈ ക്യൂ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫോർ കീപ്പിംഗ് ട്രാക്ക് ഓഫ് ദ റിക്വയർഡ് ചേഞ്ചസ് ടു ദ ബാക്കെൻഡ് സ്റ്റോറേജ്. അപ്പോൾ IMDGയിൽ ഒരു അപ്ഡേറ്റ് വന്നു, ഒരു റൈറ്റ് വന്നു. അത് ഇൻസേർട്ടോ അപ്ഡേറ്റോ ഡിലീറ്റോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നു. ആ റിക്വസ്റ്റ് എന്താ ചെയ്യാം? ദാറ്റ് റിക്വസ്റ്റ് വിൽ ബി പുട്ട് ഇൻ ടു ദ ക്യൂ. ഈ ക്യൂവിൽ നിൽക്കും. എവിടേക്ക് കൊണ്ടുവന്ന് എഴുതാൻ പറ്റിയിട്ട്? ഈ ബാക്കെൻഡിലേക്ക് എഴുതാൻ പറ്റും. അതിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ വന്ന് എഴുതി പോയിക്കൊണ്ടിരിക്കും. The queue can be configured to write data into the backend storage at different intervals. ഓക്കെ, ഞാൻ പറയുന്നു ഒരു ഇൻ്റർവെൽ, ഇന്ന സമയത്ത് ഒരു ഇൻ്റർവെൽ പറയുന്നു, ഇന്ന ഇൻ്റർവെൽ. അപ്പോൾ ഒക്കെ ടൈം ഇൻ്റർവെൽ ഞാൻ പറയുന്നു. ഈ ടൈം ഇൻ്റർവെലിനിടയിൽ ഇതിങ്ങനെ റൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താണ്? ഇവിടെ ഇമ്മീഡിയറ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സംഗതി ഇല്ല. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഇവൻച്വൽ കൺസിസ്റ്റൻസിയെ നമുക്ക് കിട്ടത്തുള്ളൂ. So, the asynchronous nature increases both write performance and read performance. കാരണം റൈറ്റ് പെർഫോമൻസും റീഡ് പെർഫോമൻസും കൂടും. കാരണം എന്താണ്? നമ്മൾ ഇതുവരെ കൊടുത്ത അപ്ഡേറ്റ് അവൈലബിൾ ആയിട്ട് എവിടെയുണ്ട്? IMDGയിലുണ്ട്. എന്നാൽ ബാക്കെൻഡിന് ഒന്നുള്ള റീഡിങ് നമുക്ക് ഇല്ല. കാരണം റീഡിങ്ങും റൈറ്റിങ്ങും ഒന്നും നമ്മൾ അറിയുന്നില്ല. നമുക്ക് എല്ലാ ഡേറ്റയും എവിടെ നിന്ന് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും? IMDGയിൽ നിന്ന് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്താണ് പ്രയോജനം? എന്താണ്? ഇൻക്രീസസ് ബോത്ത് ദ റൈറ്റ് പെർഫോമൻസ് ആൻഡ് റീഡ് പെർഫോമൻസ് ആൻഡ് സ്കെയിലബിലിറ്റി ആൻഡ് അവൈലബിലിറ്റി ഇൻ ജനറൽ. അപ്പോൾ ഇത് രണ്ടും കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും എന്തും കിട്ടും? സ്കെയിലബിലിറ്റി നമുക്ക് കിട്ടുന്നു. ഹവർ ദിസ് അസിൻക്രണസ് നേച്ചർ introduces the inconsistency until the backend storage is updated with the specified interval. ആ സ്പെസിഫൈഡ് ഇൻ്റർവെല്ലിൽ ആ ക്യൂ റൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? ഈ ഡേറ്റ ഇൻകൺസിസ്റ്റൻസി നമുക്ക് ഫീൽ ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ എക്സാമ്പിൾ ഇവിടുന്ന് നോക്കാം. എ ക്ലയൻറ്റ് അപ്ഡേറ്റ്സ് വാല്യൂ K3 വിച്ച് ഈസ് അപ്ഡേറ്റഡ് ഇൻ ദി IMDG ആൻഡ് സെൻഡ് ടു ദ ക്യൂ. ഇതുണ്ട്,
ഒരു അപ്ഡേറ്റ് ഇതുണ്ട്, ഇവിടുന്ന് ഒരു അപ്ഡേറ്റ് വന്നു. അപ്പോൾ ഇത് എങ്ങോട്ടേക്കൊക്കെയാണ് പോകുന്നത്? ഇറ്റ് ഗോസ് ഇൻ ടു ദി IMDGയും ഒരു ക്യൂവിലേക്കും പോകുന്നു. സോ ദിസ് ഈസ് ദി നമ്മുടെ ക്യൂ. അപ്പോൾ ഈ ക്യൂവിലും അപ്ഡേറ്റ് ചെയ്തു. ഏതിലും അപ്ഡേറ്റ് ചെയ്തു? അതുകൊണ്ട് IMDGയിലും അപ്ഡേറ്റ് ചെയ്തു. ഇനി പ്രശ്നങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. എന്താണ്? However, before the backend is updated, client B makes a request for the same key. അപ്പോൾ ഇവിടെ ബാക്കെൻഡ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇത് ബാക്കെൻഡ് ആണ്. ഇത് അപ്ഡേറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല. ഈ ക്ലയൻറ്റ്, വേറൊരു ക്ലയൻറ്റ് എന്ത് ചെയ്യാണ്? K3 എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് K3 എന്ന് പറയുന്ന വാല്യൂവിനെ റിക്വസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ റിക്വസ്റ്റ് വന്നു. റിക്വസ്റ്റ് വരുമ്പം എന്താ സംഭവിക്കുക? ദ ഓൾഡ് വാല്യൂ ഈസ് സെൻറ്റ്. അന്നേരം ഒരു ചോദ്യം ചോദിക്കാം. കാരണം എന്താണ്? ഇപ്പോൾ IMDG അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ പിന്നെന്തുകൊണ്ട് നിങ്ങൾക്ക് ഡേറ്റാബേസിൽ അല്ലെങ്കിൽ IMDGയിൽ നിന്നത് കിട്ടുന്നില്ല എന്ന് ചോദിക്കാം. അതിനൊരു ഉത്തരം ഇതാണ്. എന്താണെന്ന് പറഞ്ഞാൽ IMDGയിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു ക്യൂവിലേക്കാണ്. ഡേറ്റ IMDG അവിടെ തന്നെ അവൈലബിൾ ആണ്. നമ്മൾ നോക്കുമ്പോൾ എന്ത് അവൈലബിൾ ആണ്? നിങ്ങളുടെ ഡേറ്റ പുതിയതാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷെ ഡേറ്റാബേസും കൂടെ അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? അപ്ഡേറ്റഡ് ഡേറ്റ കിട്ടത്തുള്ളൂ. അതാണ് ഇവൻച്വൽ കൺസിസ്റ്റൻസി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ആഫ്റ്റർ ദ കോൺഫിഗേർഡ് ഇൻ്റർവെൽ, അപ്പോൾ അത് കഴിഞ്ഞ് ആ ടൈം ഇൻ്റർവെൽ കഴിഞ്ഞു, ഈ ഡേറ്റ അപ്ഡേറ്റ് ചെയ്തു. അതുകൊണ്ട് ഇവിടെ കാണാം, ഇവിടെ പഴയ വാല്യൂ ആണ് സെൻഡ് ചെയ്തിരിക്കുന്നത്, കാരണം അത് ആ ടൈമിനുള്ളിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ആ ഇൻ്റർവെൽ കഴിഞ്ഞു, അത് അപ്ഡേറ്റ് ചെയ്തു. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? The backend storage is eventually updated and C makes a request for the same key. At this time, the updated value will be sent. ഇവിടെ നോക്കിക്കേ. അപ്പോൾ ഇതേ അടുത്ത ഒരു ക്ലയൻറ്റ് ഇതേ K3 തന്നെ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പം അതിന് കിട്ടുന്നത് ഏത് വാല്യൂ ആയിരിക്കും? ഇറ്റ് വിൽ ഗെറ്റ് എ ന്യൂ വാല്യൂ. എന്താ കാരണം? പുതിയ വാല്യൂ ഇവിടെ അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഡേറ്റ കിട്ടണമെങ്കിൽ IMDG മാത്രം അപ്ഡേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഏതും കൂടെ അപ്ഡേറ്റ് ചെയ്തെങ്കിലേ പുതിയ കീ കിട്ടത്തുള്ളൂ. ഡേറ്റാബേസും കൂടി അപ്ഡേറ്റ് ചെയ്തെങ്കിലേ പുതിയ കീ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ ലാസ്റ്റ് നാലാമത്തെ ഇതാണ് റിഫ്രഷ് അഹെഡ്. എ റിഫ്രഷ് അഹെഡ് ഇസ് എ പ്രോ ആക്റ്റീവ് അപ്രോച്ച്. പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ മുന്നേ കണ്ട് അതിന് സൊല്യൂഷൻ നിശ്ചയിച്ചിരിക്കുന്നതാണ്. വേർ എനി ഫ്രീക്വൻ്റ്ലി accessed value are automatically asynchronously refreshed in the IMDG provided that the value is accessed before its expiry time as configured in IMDG. It's a proactive approach where any frequently accessed values are automatically and asynchronously refreshed in the IMDG. അപ്പോൾ അത് റീഡിന് എഴുതാണ് എന്താ? എനി ഫ്രീക്വൻ്റ്ലി ആക്സസ്ഡ് വാല്യൂസിന് എന്ത് ചെയ്തിരിക്കും? ഓട്ടോമാറ്റിക് ആയിട്ടും അസിൻക്രണസ് ആയിട്ടും IMDGയിൽ റിഫ്രഷ് ചെയ്ത് വെച്ചേക്കും. That the value is accessed before its expiry time as configured in the IMDG. അപ്പോൾ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്ക് മാത്രമേ എന്തുണ്ടാവത്തുള്ളൂ? ഒരു സെറ്റ് ഓഫ് വാല്യൂസ് അവൈലബിൾ ആയിരിക്കത്തുള്ളൂ. If a value is accessed after its expiry time, the value, like in the read-through approach, is synchronously read from the backend storage and updated in the IMDG before presenting to the client. അപ്പോൾ ഈ പർട്ടിക്കുലർ എക്സ്പയറി ടൈമിനുള്ളിൽ ചോദിച്ചാൽ IMDGയിൽ ഇപ്പോൾ പ്രസന്റ് ആയിട്ടുള്ള വാല്യൂവിനെ അങ്ങ് കൊടുക്കും. അതല്ല, എക്സ്പയറി ടൈം കഴിഞ്ഞാണ് ഈ ഡേറ്റ വരുന്നത്. ഇതൊരു പേജിംഗ് ടെക്നോളജി പോലെയാണ്. എന്താണ്? ആവശ്യമില്ലാത്ത സാധനത്തിന് അല്ലെങ്കിൽ ഒരു എക്സ്പയറി ടൈം ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, ഇത് ഇത്ര സമയം നിന്നാൽ മതി. അങ്ങനെയുള്ള സാധനങ്ങളെ എന്ത് ചെയ്യും? അത് നിന്ന് കഴിഞ്ഞാൽ, അതിൻ്റെ ടൈം കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് വാനിഷ് ചെയ്യും. അപ്പം പിന്നെ അത് ഒരു റിക്വസ്റ്റ് വന്നാലോ, പിന്നെ അങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നാൽ എന്ത് ചെയ്യും? ഇറ്റ് ഡയറക്ട്ലി ഗോസ് ടു ദി എവിടെയാണ്? ഇറ്റ് ഡയറക്ട്ലി ഗോസ് ടു ദി ഡേറ്റാബേസ് ആൻഡ്
read it back and then update. അപ്പോൾ വീണ്ടും അതൊരു particular ടൈമിലേക്ക് അത് അവിടെ നിൽക്കും. Due to its asynchronous and forward-looking nature, this approach helps to achieve better read performance and is especially useful when the same values are accessed frequently or accessed by a number of clients. കുറേ clients ഒരേ വാല്യൂവിലെ തന്നെ ആക്സസ് ചെയ്യൂ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഫ്രീക്വൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മെക്കാനിസം വളരെ നല്ലതാണ്. Compared to the read-through approach, where a value is served from the IMDG until its expiry, data inconsistency between the IMDG and the backend storage is minimized as the values are refreshed before they expire. അപ്പോൾ എക്സ്പയർ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വീണ്ടും ഇത് റിഫ്രഷ് ചെയ്ത് എത്തും എന്നാണ് പറയുന്നത്. നമ്മൾ ഈ പിക്ചറിലേക്കൊന്ന് നോക്കാം. നമുക്ക് എങ്ങനെയാണ്? എ ക്ലയന്റ് എ റിക്വസ്റ്റ് K3 ബിഫോർ ഇറ്റ്സ് എക്സ്പയറി ടൈം. എ ക്ലയന്റ് എ ട്രൈ ടു ഗെറ്റ് എ വാല്യൂ K3 ബിഫോർ ഇറ്റ്സ് എക്സ്പയറി ടൈം. ഇപ്പോൾ എക്സ്പയറി ടൈമിന് മുമ്പിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഏത് വാല്യൂ ഉണ്ടോ ആ വാല്യൂ എങ്ങോട്ടേക്ക് കൊടുക്കും? യൂസർക്ക് കൊടുക്കും. അപ്പോൾ അവിടെ നമുക്ക് നോക്കാം. The current value is returned from the IMDG. Okay. ഇപ്പോൾ IMDGയിലുള്ള കറണ്ട് വാല്യൂ എത്രയാണ്? 101010. ആ 101010 എങ്ങോട്ടേക്ക് കൊടുക്കും? നിങ്ങളുടെ ക്ലയന്റ് എയ്ക്ക് കൊടുക്കും. ഇനി എ വാല്യൂ ഈസ് റിഫ്രഷ്ഡ് ഫ്രം ദി ബാക്ക് എൻഡ് സ്റ്റോറേജ്. അപ്പോൾ ഒരു വാല്യൂ എവിടെ നിന്ന് വന്നു? ഒരു വാല്യൂ റിഫ്രഷ് ചെയ്തിട്ടുണ്ട്. എവിടെ? എക്സ്പയറി ടൈം കഴിഞ്ഞു. അതെന്ത് ചെയ്യാണ്? ദെൻ ഇറ്റ് ഈസ് ഗെറ്റിംഗ് റിഫ്രഷ്ഡ്. അപ്പോൾ റിഫ്രഷ് ചെയ്യുമ്പോൾ ഏത് വാല്യൂ വന്നു? പുതിയ വാല്യൂ ഇവിടേക്ക് വന്നു. കണ്ടില്ലേ? ഈ പ്രോസസ്സിൽ ഇതൊരു ചെയിൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങ് പോരുന്നു. കണ്ടല്ലോ? ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇവിടുന്ന് വന്ന് ഇവിടെ കൊണ്ടുവന്ന് ആ വാല്യൂ കൊടുത്തുപോയി. ദെൻ പിന്നെന്താ പറയുന്നത്? The value then updated in the IMDG asynchronously. അപ്പോൾ ഈ വാല്യൂ ഇവിടെ വന്നു. ഇത് ഇവിടുന്ന് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ ചെയ്യണമെന്നില്ല. ഇറ്റ് വിൽ ബി asynchronously updated. ദാറ്റ് ഈസ് കണ്ട ഈ 4-5 പ്രോസസ്സുകൾ നോക്കുക. 4-5 നാലാമത്തെ പ്രോസസ്സ് എന്താണ്? നാലാമത്തെ പ്രോസസ്സ് പറയുന്നത് ദ വാല്യൂ ഇസ് ദെൻ അപ്ഡേറ്റഡ് ഇൻ ദി IMDG asynchronously. ഇതാണ്ട് കണ്ടോ? നാലാമത്തതിൽ അത് എപ്പോഴോ അപ്ഡേറ്റ് ചെയ്തു. വിത്തൗട്ട് ആ ടൈം ഫ്രെയിം എക്സ്പയറി കഴിഞ്ഞപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തു. നൗ ആഫ്റ്റർ ദി IMDG കോൺഫിഗർഡ് എക്സ്പയറി ടൈം ദ K വാല്യൂ പെയർ ഈസ് എവിക്റ്റഡ് ഫ്രം ദി IMDG. അവിടുന്ന് വെളിയിൽ പോയി. നോക്കിക്കേ, അത് കംപ്ലീറ്റ് ആയിട്ടപ്പോൾ ആ വാല്യൂ അവിടുന്ന് അഞ്ചാമത്തെ സ്റ്റെപ്പ് നോക്കുക. ആ വാല്യൂ അവിടുന്ന് എടുത്തു കളഞ്ഞു. പിന്നെന്താ ചെയ്യാം? Now the client B request for K3. അപ്പോൾ പുതിയ ഒരാൾ വന്നു, K3 വേണം എന്ന് പറഞ്ഞു. ഈ സമയത്തോ as the key does not exist in the IMDG, it is synchronously requested from the backend storage. അപ്പോൾ ഈ സമയത്ത് ഇനിയിപ്പോൾ എന്തില്ല? ഇതിൻ്റെ K3യുടെ വാല്യൂ ഇവിടെ ഇല്ല. കാരണം ടൈം എക്സ്പയർ ആയി, അതങ്ങ് പോയി. അപ്പോൾ എന്ത് ചെയ്യണം? അത് എവിടുന്ന് റീഡ് ചെയ്യണം? സിൻക്രണസ് ആയിട്ട് നിങ്ങളുടെ ഡാറ്റ സ്റ്റോറിൽ നിന്ന് റീഡ് ചെയ്യണം. റീഡ് ചെയ്ത് എവിടെ കൊണ്ടുവന്നു? നിങ്ങളുടെ IMDGയിൽ കൊണ്ടുവന്നു. ഇനി ഈ IMDGയിൽ നിന്ന് എങ്ങോട്ടേക്ക് കൊടുത്തു? ആ ക്ലയൻറ്റിന് കൊടുത്തു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അപ്ഡേറ്റഡ് synchronously read from the backend storage and updated. Then the value is returned to the client. അതിനുശേഷം ഇത് ആർക്ക് കൊടുത്തു? ക്ലയൻറ്റിന് കൊടുത്തു. ഇതാണ് ഈ 4 ways in which നമ്മൾ ഈ ഡാറ്റ റൈറ്റ് ആൻഡ് റീഡിൻ്റെ പ്രോസസ്സ്. എപ്പോഴാണ് ഇത് അപ്രോപ്രിയേറ്റ് ആകുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡാറ്റ നീഡ്സ് ടു ബി റെഡിലി ആക്സസിബിൾ ഇൻ ഓബ്ജക്ട് ഫ്രം ദി മിനിമം ലേറ്റൻസി. മിനിമം ലേറ്റൻസിയിൽ നിങ്ങൾക്ക് ഡാറ്റ ആക്സസ് ചെയ്യണം എന്നുള്ള സമയത്ത്. Then data being stored in non-relational in nature such as semi-structured or unstructured. Semi-structured and unstructured data non-relational ആയി സ്റ്റോർ ചെയ്യേണ്ടി വരുന്നു.
adding real-time support to an existing big data solution currently using on-disk storage. ഇപ്പോൾ on-disk storage ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു big data solution ഒരു real-time support വേണം, അന്നേരം ഉപയോഗിക്കാം. The existing storage device cannot be replaced, but the data access layer can be modified. ഇപ്പോഴത്തുള്ള സ്റ്റോറേജ് ഡിവൈസിനെ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ നിങ്ങളുടെ ഡേറ്റ ആക്സസ് ലെയർ മോഡിഫൈ ചെയ്യണം. Then scalability is more important than relational storage. നമ്മൾ സ്കെയിലബിലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സംഗതിയെ നമുക്ക് ഈ IMDG സ്റ്റോറേജ് ഡിവൈസുകളെ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. Then how it works എന്നൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് കാണാം. IMDG works by running specialized software on every computer to coordinate access to the data or application. Each computer in the data cluster has its own view of data and data structure in the memory. അപ്പോൾ ഓരോ ക്ലസ്റ്ററിനും അതിൻ്റെതായ ഡേറ്റ വ്യൂവും ഡേറ്റ ഓൺ വ്യൂ ഓഫ് ഡേറ്റ ആൻഡ് ഡേറ്റ സ്ട്രക്ചർ ഇൻ ദ മെമ്മറി. അതിനുള്ളിലുള്ള ഡേറ്റയുടെ സ്ട്രക്ചറും അതിൻ്റെ വ്യൂവും അതിന് തന്നെ ഇരിപ്പുണ്ട്. ബട്ട് ദ വ്യൂ ഈസ് ഷെയർഡ് അക്രോസ് ആൾ അതർ കമ്പ്യൂട്ടേഴ്സ്. മറ്റുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിലും ഈ ഡേറ്റയും സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ വ്യൂവും സ്ട്രക്ചറും ഷെയർ ചെയ്തിട്ടുണ്ട്. ദ സോഫ്റ്റ്വെയർ കീപ്സ് ട്രാക്സ് ഓഫ് ഓൾ ഡേറ്റ ഓൺ ഇൻഡിവിജ്വൽ നോഡ്. ഓരോ നോഡിലുമുള്ള ഡേറ്റയുടെ ട്രാക്ക് സോഫ്റ്റ്വെയർ കീപ്പ് ചെയ്യുന്നു. സോ ദാറ്റ് ദ ഡേറ്റ ക്യാൻ ബി ഷെയർഡ് വിത്ത് അതർ നോഡ്സ് ഫോർ എനി ആപ്ലിക്കേഷൻ. ഏതെങ്കിലും ആപ്ലിക്കേഷൻ വന്നാൽ ഇതിൻ്റെ ഡേറ്റ എവിടെയാണ് എന്ന് നോക്കിയിട്ട് ആ ആപ്ലിക്കേഷൻ ആ ഡേറ്റ പ്രൊവൈഡ് ചെയ്ത് പറ്റും. ദിസ് ഓർക്കസ്ട്രേഷൻ ഹൈഡ്സ് ദ കോംപ്ലക്സിറ്റി ഓഫ് റിട്രീവിംഗ് ആൻഡ് അപ്ഡേറ്റിംഗ് അക്രോസ് നെറ്റ്വർക്ക്, ദസ് സിംപ്ലിഫയിങ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ഓർക്കസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ ഈ ഡേറ്റ റിട്രീവ് ചെയ്യുന്നതിലും അപ്ഡേറ്റ് ചെയ്യുന്നതിലുമുള്ള കോംപ്ലക്സിറ്റീസ് കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത്. Data in IMDG are often stored in the form of objects such as maps, lists, queues, etc. Basic data types like integers and floating point numbers are included as well. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡേറ്റയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് കൂടുതൽ എക്സ്പ്ലനേഷൻസിൻ്റെ ആവശ്യമില്ല. ഞാനൊരു അഡീഷണൽ സ്ലൈഡ് ഇട്ടതാണ്, പിന്നെ ഇനി ക്രിയേറ്റ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഈച്ച് ഓഫ് ദീസ് ഓബ്ജക്ട്സ് ആൻഡ് ഡേറ്റ ടൈപ്സ് ആർ റെപ്രസെൻറ്റഡ് ആസ് വേരിയബിൾസ് ഇൻ ആൻ ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ തരത്തിലുള്ള എല്ലാ ഡേറ്റയും ഒരു വേരിയബിൾ ആയിട്ടാണ് ആപ്ലിക്കേഷനിൽ വരുന്നത്. ആൻഡ് ദ ആപ്ലിക്കേഷൻ ലോജിക് references these variables as if they reside in the same computer and in the that is running the application. അപ്പോൾ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന അതേ കമ്പ്യൂട്ടറിൽ ഇതെല്ലാം റിസൈഡ് ചെയ്യുന്നുണ്ട്. ദിസ് മേക്സ് ദ പ്രോഗ്രാമിംഗ് പാരഡിങ് മച്ച് സിംപ്ലർ ദാൻ അതർ ഇൻ മെമ്മറി ടെക്നോളജീസ്. അപ്പോൾ മറ്റുള്ള ഇൻ മെമ്മറി ടെക്നോളജീസിൽ നിന്ന് പ്രോഗ്രാമിങ്ങിന് തരുന്ന പ്രോഗ്രാമിംഗ് പാരഡിങ് ഇത് സിംപ്ലർ ആക്കുന്നതിൻ്റെ കാരണം ഈ മേളിൽ പറഞ്ഞതാണ്. ആസ് ദ ഡെവലപ്പർ ഡസ് നോട്ട് നീഡ് ടു ഇൻക്ലൂഡ് കോഡ് ടു ഫിസിക്കലി റിട്രീവ് ദ ഡേറ്റ. അപ്പോൾ ആ കോഡ് റിട്രീവ് ചെയ്യാനുള്ള ഡേറ്റ ഫിസിക്കലി ആരെഴുതേണ്ട ആവശ്യമില്ല, ഒരു പ്രോഗ്രാമർ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സം അഡ്വാൻറ്റേജസ് എന്ന് പറയുന്ന ഇതാണ്. എൻഹാൻസ്ഡ് പെർഫോമൻസ് because the data can be written to and read from the memory much faster than it's possible from the hard disk. ഒരു ഹാർഡ് ഡിസ്കിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യുന്നതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഡേറ്റ റീഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എൻഹാൻസ്ഡ് പെർഫോമൻസ് കിട്ടുന്നു. It can be easily scaled and upgrades easily and implemented. നമുക്ക് ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, അതുകൊണ്ട് പുതിയ സിസ്റ്റംസ് ഉപയോഗിച്ച് നമുക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. ദെൻ ഇവിടെ ഒരു കീ വാല്യൂ സ്ട്രക്ചർ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഫ്ലെക്സിബിലിറ്റി ഫോർ ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സ്. കാരണം അയാൾക്ക് എന്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല, ഒരു റിലേഷണൽ സ്ട്രക്ചർ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പകരം അയാൾക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി, ഹി ക്യാൻ യൂസ് എ കീ വാല്യൂ ഫോർ ദി data structures. The technical advance provide business benefits in the form of faster decision making, greater productivity and improved customer service. അപ്പോൾ ഇത് മൂന്നും ബിസിനസ് ലെവലിലേക്ക് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മളുടെ
അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, നമ്മളുടെ IMDGയെ കുറിച്ച് പറയാനുള്ളത്. സോ നിങ്ങൾ ഇത് മോഡ്യൂൾ 5-ൻ്റെ എൻഡ് ആകുകയാണ്. ഇതിന് ഉള്ള കണ്ടൻസ് എടുത്തിരിക്കുന്നത് അതിൻ്റെ റെഫറൻസുകൾ അല്ലെങ്കിൽ ബിബ്ലോഗ്രഫി ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ 5th മോഡ്യൂളിൽ ഇവിടെ അവസാനിക്കുകയാണ്. ഓൾ ദി ബിഗ് ഡാറ്റ ടെക്നോളജി സ്റ്റോറേജ് ടെക്നോളജീസ് ദാറ്റ് വി ഹാവ് ഡിഫൈൻഡ്. സോ പ്ലീസ് ഗോ ത്രൂ ഇറ്റ്, read it well, study it well, and try to answer all the questions. Okay, thank you. I will come up with the 6th module in future.